കാലമിനിയും വരും, വർഷം വരും, വിഷു വരും, തിരുവോണം വരും, ഓരോ പൂവിനും കായ് വരും. അന്ന് ആരെന്നും എന്തെന്നും ആർക്കറിയാം. എത്ര യുഗങ്ങളാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയത്. എത്ര പ്രഭാതങ്ങൾ, എത്ര മധ്യാഹ്നങ്ങൾ, എത്ര പ്രദോഷങ്ങൾ, എത്ര യാമങ്ങൾ. അതിൻ്റെ ഇടയിൽ എത്ര ആളുകളാണ് ലോകത്ത് നിന്ന് കടന്നുപോയവർ. എത്ര പുതിയ ജന്മങ്ങളാണ് ഇവിടെ പിറവിയെടുത്ത് പൂജാതരായവർ. അതുകൊണ്ട് തന്നെ കാലത്തിൻ്റെ പലകപ്പുറത്തു ശരണം കാണാതെയും നമ്മളെ ചാലേ നല്ല കരുക്കൾ പോൽ വിധി വെട്ടുന്നുഹാ നിരത്തുന്നുഹാ. ഒരു വിധിയുടെ ചതുരംഗ പലകയുടെ മുകളിലാണ് നമ്മളുള്ളത്. ഓരോ തിരമാലകളിലൂടെ ഓരോ കക്കകൾ കടലിൻ്റെ മാറിടത്തിൽ അടിഞ്ഞുകൂടുന്ന പോലെ നമ്മളാകുന്ന കക്കകൾ ഇവിടെ അടിഞ്ഞുകൂടി മരണപ്പെട്ട് 6 അടി മണ്ണിലേക്ക് യാത്ര പോകുമ്പോൾ നവാഗതരായ ഒരുപാട് ചിത്രശലഭങ്ങളെ പോലെയുള്ള കുഞ്ഞുമക്കള് ഇവിടെ പിറവിയെടുക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജനനം, നമ്മുടെ മരണം ഈ ഭൗതിക ലോകത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഘടകമേ അല്ല. അത് ഭൗതിക ലോകത്തിന്റെ പ്രത്യേകതയാണ്. ആരറിയും നിയതി തന്ത്രാസു പൊങ്ങുന്നതും താനേ താണുപോകുന്നതും. ആരറിയും നിയതി തന്ത്രാസു പൊങ്ങുന്നതും താനേ താണുപോകുന്നതും. വിധിയുടെ തുലാസിന്റെ തട്ടുകൾ നമുക്ക് അനുകൂലമാണോ നമുക്ക് പ്രതികൂലമാണോ എന്ന് പ്രവചിക്കാൻ പോലും സാധ്യമല്ലാത്ത കാലത്തിന്റെ മുറ്റത്തെ നിസ്സഹായനാണ് മനുഷ്യൻ. കാസർഗോഡിന്റെ തീരപ്രദേശങ്ങളിലേക്ക്, ഒരുപാട് പുഴയുടെ തീരങ്ങളിലേക്ക്, കാസർഗോഡിന്റെ വയലേലകളിലേക്ക് വിരുന്നു വരുന്ന ദേശാടന കിളികളുണ്ട്. ഇവിടെ എന്തെങ്കിലും അത്യാഹിതങ്ങൾ ദിവസങ്ങൾക്കപ്പുറം സംഭവിക്കാനുണ്ടെങ്കിൽ, ഇവിടെ പ്രകൃതി ദുരന്തങ്ങൾ വരാനുണ്ടെങ്കിൽ, ഇവിടെ മഹാപ്രളയങ്ങൾ കടന്നു വരാനുണ്ടെങ്കിൽ, അതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കാലത്തിൻ്റെ പൾസുകളെ വായിച്ചെടുത്തിട്ട്, പ്രകൃതിയുടെ സ്പന്ദനങ്ങളെ, മിടിപ്പുകളെ വായിച്ചെടുത്ത്, അതിനു മുൻപ് തന്നെ പ്രാണരക്ഷാർത്ഥം അവരുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ദേശാടന കിളികൾ ഭൂമിശാസ്ത്രപരമായ ഘടനകളെ പഠിക്കാൻ ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞന്റെ സർവകലാശാലയുടെ മുറ്റത്ത് പോയിട്ട് ചമ്രം പടിഞ്ഞിരുന്നിട്ടില്ല. അവർക്ക് ജന്മസിദ്ധമായി ലഭിച്ച അറിവാണത്. അത് പ്രകൃതിയുടെ അറിവാണ്. أَوَلَمْ يَرَوْا إِلَى الطَّيْرِ فَوْقَهُمْ صَافَّاتٍ وَيَقْبِضْنَ مَا يُمْسِكُهُنَّ إِلَّا الرَّحْمَنُ. നിങ്ങളുടെ തലക്ക് മുകളിലൂടെ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുന്ന വെള്ളരിപ്രാവിനെ പോലെയുള്ള ആയിരക്കണക്കിന് പക്ഷിപ്പറവകൾ ഗഗനവിധാനത്തിലൂടെ, അന്തരീക്ഷത്തിന്റെ നീലമേലാപ്പിന്റെ നീലിമയിലൂടെ, വിശാലമായ വിഹായസിന്റെ വിശാലതയിലൂടെ പട്ടം വിടർത്തിയിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ആ പക്ഷികൾക്ക് ദിശ നിർണയിച്ചു കൊടുക്കുന്നത്? ആരാണവയ്ക്ക് അന്നം കൊടുക്കുന്നത്? ആരാണവയെ കൂടുകൂട്ടാൻ പഠിപ്പിച്ചത്? പ്രകൃതിയുടെ മനോഹരമായ കരവിരുതുകളെ കൊണ്ട് ഒരു കവിത രചിക്കും പോലെ ഉണങ്ങിയ മരത്തിന്റെ ശ്രീകോവിൽ ഇരുന്നിട്ട് അതിന്റെ ചില്ലകളെ അടർത്തിയെടുത്തിട്ട് എത്ര മനോഹരമായിട്ടാണ് ഒരു പക്ഷി അതിന്റെ കൂട് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. അന്തരീക്ഷത്തിൻ്റെ വിശാലതമായിരിക്കുന്ന വിഹായസിലൂടെ എത്ര മനോഹരമായിട്ടാണ് അതിൻ്റെ ചിറകുകൾ നിവർത്തിയിട്ട് പക്ഷി പറന്നുകൊണ്ടിരിക്കുന്നത്. ആരാണവയെ പഠിപ്പിച്ച അധ്യാപകൻ? ആരാണവയുടെ ജീവിതങ്ങൾക്ക് വർണ്ണം കൊടുത്ത കലാകാരൻ? ആരാണ് സന്ധ്യാനേരത്തെ പ്രകൃതിയെ മൊഞ്ചുള്ളതാക്കിയത്, ചമൽക്കാരമുള്ളതാക്കിയത്? ആരാണ്? അതും പരിശുദ്ധ തമ്പുരാനാണ്. അല്ലാഹ് അഹദേ ആരാധ്യനേ, ചൊല്ലിടാം ഞാൻ നിൻ മദ്ഹുകൾ. റാഹിമും നീ റാസിഖും നീ, പാടുന്നിതാ ഞാൻ അപദാനങ്ങൾ. പണ്ട് ബാപ്പു വള്ളിപ്പറമ്പ് ഇന്നും ജീവിച്ചിരിക്കുന്ന ഗാനരചയിതാവാൻ. അദ്ദേഹത്തിന്റെ മനോഹരമായ സ്വർണലിപികളെ കൊണ്ട് ആലേഖനം ചെയ്യാൻ ഉതകുന്ന തൂലികയിലൂടെ ജന്മം കൊണ്ട വരികൾ
ഉടമസ്ഥനായ തമ്പുരാനാകുന്ന കലാകാരന്റെ കരവിരുതുകളെ ഇന്നും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആ വരികൾക്കിടയിലൂടെ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ, പ്രകൃതിയുടെ സംവിധായകനായ, സൃഷ്ടികർത്താവായ നമ്മളെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഉടയ തമ്പുരാന്റെ കലാവൈഭവങ്ങളെ അദ്ദേഹം തന്റെ കവിതാ രചനകളിലൂടെ ബോധ്യപ്പെടുത്തുകയാണ്. അതാണ് അദ്ദേഹം പറയുന്നത്, മഗ്രിബിൻ കവിളിലും കാണാം മായാത്ത നിനവ്, ഫജിറിന്റെ തുടിപ്പിലും കാണാം പരനേ കരവിരുതേ. 1000 പുറങ്ങളിൽ രാപ്പകൽ കുറിച്ചാലും തീരുന്നതല്ല നിൻ പോരീശകൾ. വലൗകാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി, എൻ്റെ റബ്ബിൻ്റെ വചനങ്ങൾ, അതിൻ്റെ വിശേഷണങ്ങളെ എഴുതാൻ നീലസാഗരത്തിൻ്റെ അലമാലകളെപ്പോലെ, ഹിമാലയ സാനുക്കളെപ്പോലെ അലമുറയിട്ടിട്ട് തിരയടിച്ചു കൊണ്ടിരിക്കുന്ന ഈ മനോഹരങ്ങളായ തിരകളിലെ ഓരോ ജലാശയങ്ങളിലെ ജലകണികകളും ഓരോ കടലിലെ ജലത്തുള്ളിയും മഷിയാക്കാൻ നമ്മൾ തീരുമാനിക്കുകയാണ്. അള്ളാഹു നമുക്ക് മഷിയാക്കി തരികയാണ്. ലോകത്തെ കോടാന കോടി വരുന്ന മാമരങ്ങളുടെ ശിഖിരങ്ങളെ മുഴുവൻ നുറുക്കി വെട്ടി ശരിപ്പെടുത്തിയിട്ട് തൂലികകളാക്കി മാറ്റുകയാണ്. എന്നിട്ട് ലോകത്തെ സകലമാന മരക്കൊമ്പുകളെയും പേനകളാക്കി മാറ്റിയിട്ട് ആ പേനകൾ കടലിൽ നിന്നുള്ള മഷിയാകുന്ന വെള്ളത്തിൽ മുക്കി ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് പുറങ്ങളിൽ, പേജുകളിൽ നമ്മൾ എഴുതി തീർക്കാൻ ശ്രമിച്ചാലും ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി, എൻ്റെ ഉടമസ്ഥനായ തമ്പുരാന്റെ വിശേഷണങ്ങളെ എഴുതി തീരുന്നതിൻ്റെ മുമ്പ് കടൽ വറ്റിപ്പോയിട്ടുണ്ടാകും, ആ മഷി തീർന്നു പോയിട്ടുണ്ടാകും. അതാണ് 1000 പുറങ്ങളിൽ രാപ്പകൽ കുറിച്ചാലും തീരുന്നതല്ല നിൻ പോരീശകൾ. അപ്പം എല്ലാം അവനാണ് ചെയ്യുന്നത്. മഗ്രിബിൻ്റെ നേരത്ത് സന്ധ്യാസമയം നമ്മൾ അന്തരീക്ഷത്തിൻ്റെ കവിളിലേക്കൊന്ന് നോക്കുമ്പോൾ ആരാണ്, ഏതൊരു കലാകാരനാണ് പ്രകൃതിയുടെ ജലഛായ ചിത്രത്തിൽ മുക്കിയെടുത്തിട്ട് സന്ധ്യയുടെ കവിളത്ത് സിന്ദൂരം ചാർത്തിയ കലാവൈഭവത്തിൻ്റെ ഉടമ, കരവിരുതിൻ്റെ ഉടമസ്ഥൻ ആരാണ്? സുബഹിൻ്റെ നേരത്ത് പ്രകൃതിക്ക് മനോഹാരിത കൊടുത്ത പ്രകൃതിയുടെ സൃഷ്ടാവ് ആരാണ്? എത്ര നിരീശ്വരന്മാരാണ്! പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ പിന്നിൽ ഒരു ശക്തിയുണ്ട്, അത് നിഗൂഢമായ ശക്തിയാണ് എന്ന് വിശ്വസിച്ചിട്ട് അതിനെയാണ് മുസൽമാൻ അല്ലാഹു എന്ന് പറയുന്നത് എന്ന് ഉൾക്കടമായി ഉൾക്കൊണ്ടിട്ട് പരിശുദ്ധ മതത്തിൻ്റെ ശാദ്വല തീരത്തേക്ക് ആവേശഭരിതരായിട്ട് കടന്നു വന്ന എത്ര ബുദ്ധിജീവികൾ, എത്ര ശാസ്ത്രജ്ഞർ, എത്ര ഉൽപ്പതിഷ്ണുക്കൾ, എത്ര അഭ്യസ്ത വിദ്യർ, എത്ര പുരോഗമനേച്ചുക്കൾ. അതാണ് മഗ്രിബിൻ കവിളിലും കാണാം മായാത്ത നിനവ്, ഫജിറിന്റെ തുടിപ്പിലും കാണാം പരനേ കരവിരുത്. അപ്പൊ അള്ളാഹുവിൻ്റെ കരവിരുതുകൾ അല്ലേ, അതാണ് നമ്മൾ എല്ലാ സ്ഥലത്തും സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അള്ളാഹുവേ നിന്റെ മഹാത്മ്യത്തെ ഞങ്ങൾ വാഴ്ത്തുകയാണ്. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു, നമ്മൾ സ്വന്തം ശരീരത്തെ പഠിച്ചാലും അള്ളാഹുവിനെ പഠിക്കുകയാണത്രേ. ആരാണ് മനുഷ്യൻ? എൻ്റെ ഹ്യൂമൻ അനാട്ടമി എന്താണ്? അതുകൊണ്ട് അള്ളാഹുവിനെ പഠിക്കാൻ 1000 പുസ്തകങ്ങളുടെ പേജുകൾ നിങ്ങൾ അപഗ്രഥനം ചെയ്യണം എന്നില്ല. രാത്രികാലങ്ങളിൽ കിടക്കാൻ പോകുമ്പോൾ സ്വന്തം ശരീരത്തിലേക്കൊരു വേള നോക്കുക. എങ്ങനെയാണ് ഈ ശരീരത്തിൻ്റെ രക്തചംക്രമണം നടക്കുന്നത്? എങ്ങനെയാണ് ഞാൻ വെള്ളം കുടിക്കുമ്പോൾ അത് മൂത്രമായി രൂപാന്തരപ്പെടുന്നത്? എങ്ങനെയാണ് മാംസവും സസ്യവും മറ്റ് ഭക്ഷണ പലഹാരങ്ങളും
മക്കളും ഞാൻ ഭോജനം നടത്തുമ്പോൾ എൻ്റെ ആമാശയം അതിനെ ചവച്ചരച്ച് അതിൻ്റെ പ്രോട്ടീൻസുകൾ മുഴുവൻ എൻ്റെ മസിലുകളിലേക്ക് സപ്ലൈ ചെയ്ത് ആ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളെ ബചാകുചയെ ഉച്ഛിഷ്ടങ്ങളെ മുഴുവൻ വൻകുടലിലേക്ക് കൈമാറി പ്രപഞ്ചം പ്രകൃതി പൊട്ടിവിടരുമ്പോ പ്രഭാതം വിടരുന്ന നേരത്ത് രാവിലെ ഒരു ചൂടുള്ള ചായ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്, പ്രാഥമിക കർമ്മങ്ങൾക്ക് വേണ്ടി വാഷ്റൂമിലേക്ക് കടന്നു പോകണം. അതാണ് അല്ലാഹുവേ തമ്പുരാനെ, എന്ത് വലിയ യന്ത്ര സംവിധാനമാണ് നീ ഞങ്ങളുടെ ശരീരത്തിൻ്റെ അകത്ത് സന്നിവേശിപ്പിച്ചിരിക്കുന്നത്. അതാണ് മൻ അറഫ നഫ്സഹു, ആരാണ് സ്വന്തം ശരീരത്തിൻ്റെ ഹ്യൂമൻ അനാട്ടമി പഠിച്ചത്, ആരാണ് സ്വന്തം ശരീരത്തിന്റെ ശാരീരിക ഘടനകളെ പഠിച്ചു കഴിഞ്ഞത്, ഫഖദ് അറഫ റബ്ബഹു, അവൻ ഉടമസ്ഥനായ തമ്പുരാനെ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇംഗ്ലീഷ് സാഹിത്യകാരനും ബുദ്ധിജീവിയും അപ്പോസ്തലനും വിശ്വഗ്രനും ആരോഗ്യ വിശാരദനും വിചക്ഷണനുമായ ഡോക്ടർ CEM ജോസ് എന്ന് പറയുന്ന ക്രൈസ്തവനായ സഹോദരന്റെ ഒരു മനോഹരമായ പുസ്തകമുണ്ട്, ദി ഗൈഡ് ടു ഫിലോസഫി ഓഫ് ഹ്യൂമൻ സയൻസ്. മനുഷ്യ ശരീരത്തിന്റെ ശാസ്ത്രത്തിന്റെ ഘടനയുടെ അത്ഭുതങ്ങളെ പ്രതിപാദിക്കുന്ന ഗൈഡ് ടു ഫിലോസഫി ഓഫ് മോറൽ സയൻസ് എന്ന CEM ജോസ് എന്ന ആംഗലേയനായ ക്രൈസ്തവ ബുദ്ധിജീവിയുടെ പുസ്തകം ലോക ചരിത്രത്തിൽ ചർച്ച ചെയ്യപ്പെട്ട പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന്, എൻ്റെയും നിങ്ങളുടെയും ശരീരത്തിൽ നിന്ന് 7 കഷ്ണം സോപ്പ് നിർമ്മിക്കാൻ ആവശ്യമായ കൊളസ്ട്രോൾ ലഭ്യമാണ്. ഒരു സാധാരണ രീതിയിൽ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാനവൻ അവൻ്റെ ശരീരത്തിൻ്റെ അകത്ത് നിന്ന് കൊഴുപ്പിനെ മാത്രം ആധുനിക ശാസ്ത്രം ശസ്ത്രക്രിയാ സംവിധാനങ്ങളോടുകൂടെ അവൻ്റെ ശരീരത്തിൻ്റെ കൊഴുപ്പിനെ മാത്രം ഒരു ഭാഗത്തേക്ക് സ്വാംശീകരിക്കുകയാണെങ്കിൽ ആ കൊഴുപ്പ് മതിയത്രേ ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ ബാത്റൂമുകളിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശരാശരി വലിപ്പമുള്ള 7 സോപ്പുകൾ നിർമ്മിക്കാൻ. എൻ്റെ ശരീരത്തിലെ, നിങ്ങളുടെ ഒറ്റ ശരീരത്തിലെ കൊഴുപ്പ് മതി 7 സോപ്പുകൾ നിർമ്മിക്കാൻ സാധ്യമാണ്. ഇതേ എൻ്റെയും നിങ്ങളുടെയും ശരീരത്തിൻ്റെ അകത്തു നിന്ന് 9,000 പെൻസിൽ നിർമ്മിക്കാൻ ആവശ്യമായ കാർബൺ ലഭ്യമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള കാർബൺ എന്ന് പറയുന്ന എലമെന്റ് ഓഫ് സയൻസ്, ശാസ്ത്രത്തിൻ്റെ ആ മൂലകത്തെ മാത്രം വേർതിരിക്കാൻ ഒരു സംവിധാനം, ശാസ്ത്രത്തിൻ്റെ ആരോഗ്യ വിദഗ്ധന്മാരുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആതുരാലയങ്ങളുടെ മടിത്തട്ടിൽ യന്ത്ര സംവിധാനമുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ ഒറ്റ ശരീരത്തിൽ നിന്ന് 9,000 പെൻസിലുകൾ നിർമ്മിക്കാൻ ആവശ്യമായ കാർബൺ വൈദ്യശാസ്ത്രത്തിന് വേർതിരിച്ചെടുക്കാമത്രേ. അതേ എൻ്റെയും നിങ്ങളുടെയും ശരീരത്തിൻ്റെ അകത്ത് നിന്ന് നമ്മുടെ ലോഹം മാത്രം, ഇരുമ്പ് മാത്രം വേർപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ തറക്കുന്ന ഭിത്തിയിൽ നമ്മൾ ആണിയടിക്കുന്ന ഒരു ശരാശരി വലിപ്പമുള്ള ഇരുമ്പിൻ്റെ ഒരു ആണി നിർമ്മിക്കാൻ ആവശ്യമായ ഇരുമ്പ് ലോഹം എൻ്റെയും നിങ്ങളുടെയും ശരീരത്തിൻ്റെ അകത്തുണ്ടത്രേ. 10 ഗ്യാലൻ വെള്ളം നമ്മളെ തലച്ചോറ് മുതൽ ആപാദമസ്തകം വരുന്ന കാല് മുതൽ തലവരെ വരുന്ന ശരീരത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് 10 ഗ്യാലൻ വെള്ളം മാത്രം വേർതിരിച്ചെടുക്കാൻ ശാസ്ത്രത്തിന് സംവിധാനമുണ്ടത്രേ. എൻ്റെയും നിങ്ങളുടെയും ശരീരത്തിൻ്റെ അകത്ത് നിന്ന് 2500 തീപ്പെട്ടിക്കൊള്ളിക്ക് കത്താൻ ആവശ്യമായ ഫോസ്ഫറസ് എന്ന് പറയുന്ന വാതകം, ആ മനോഹരമായ മൂലകം വേർതിരിച്ചെടുക്കാൻ കഴിയുമത്രേ. അപ്പോൾ ഫോസ്ഫറസ് നമ്മുടെ ശരീരത്തിൽ നിന്നെടുത്താൽ ഒരാളുടെ ഹ്യൂമൻ ബോഡിയിൽ നിന്ന് 2500 തീപ്പെട്ടിക്കൊള്ളിയുടെ കത്താനാവശ്യമായ ഫോസ്ഫറസ് ഉൽപ്പാദിപ്പിക്കാം. നമ്മുടെയൊക്കെ വീട്ടിൽ കോഴികളെ വളർത്തുന്ന ഒരുപാട് വീടുകളുണ്ട്. നമ്മുടെ ശരീരത്തിൽ നിന്ന് ശരീരത്തിൻ്റെ അകത്തുള്ള ചുണ്ണാമ്പിനെ വേർതിരിക്കാൻ കഴിഞ്ഞാൽ ആ ഒരൊറ്റ മനുഷ്യ ശരീരത്തിലുള്ള ചുണ്ണാമ്പ് കൊണ്ട് നമ്മുടെ ശരാശരി ഒരു കോഴിക്കോടിന് വെള്ള പൂശാൻ കഴിയുമത്രേ. ഒരു ശരാശരി വലിപ്പമുള്ള കോഴിക്കോടിന് വെള്ള പൂശാൻ ആവശ്യമായ ചുണ്ണാമ്പ്
മനുഷ്യ ശരീരത്തിലുണ്ടത്രേ. പിന്നെ അല്പം സൾഫർ, പിന്നെ അല്പം മഗ്നീഷ്യം, പിന്നെ അല്പം പൊട്ടാസ്യം. അതുകൊണ്ടാണ് ശാസ്ത്രലോകം പറയുന്ന അത്ഭുതകരമായൊരു കാര്യമുണ്ട്. മനുഷ്യ ശരീരത്തിൻ്റെ ഈ വാതകങ്ങളൊക്കെ ഉള്ള ആന്തരിക അവയവങ്ങൾക്കുള്ളിലൂടെയാണ് അവൻ കുടിക്കുന്ന പച്ചവെള്ളം മൂത്രമായിട്ട് രൂപാന്തരപ്പെടുന്നത്. അതുകൊണ്ട് ശാസ്ത്രം കണ്ടെത്തി, ഇസ്ലാം മതം ലോകത്തെ ഏറ്റവും വലിയ വൃത്തിയുടെ ആചാരങ്ങൾ ലോകത്തെ പഠിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രമാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം, മൂത്രിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മൂത്രത്തിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ശൗച നിർവഹണം നടത്തുകയാണ്. അതിന് ഇസ്ലാം കൊടുക്കാനുള്ള പ്രാധാന്യത്തെ പോലും ആധുനിക മെഡിക്കൽ സയൻസ് കണ്ടെത്തുകയാണ്. അതുകൊണ്ട് അവർ എല്ലാ മതക്കാരോടും പറയുകയാണ്, സർവമതസ്ഥരുമാകുന്ന ജനങ്ങളെ, മുസ്ലിംകളുടെ ആചാര്യനായ പ്രവാചകൻ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ഒരു ജനതയോട് പ്രഖ്യാപനം നടത്തിയ പോലെ, നിങ്ങൾ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും മൂത്രനാളമടക്കമുള്ള ഭാഗങ്ങൾ മനോഹരമായിട്ട് ശൗച നിർവഹണം നടത്തണം. അത് നിർബന്ധമാണ്. കാരണം നാം കുടിക്കുന്ന വെള്ളമല്ല പുറത്തു വരുന്ന മൂത്രം എന്ന് നമ്മൾ തിരിച്ചറിയണം. മൂത്രത്തിൻ്റെ അകത്ത് പൊട്ടാസ്യത്തെ വേർതിരിക്കാമത്രേ, മൂത്രത്തിൻ്റെ അകത്ത് നിന്ന് ഫോസ്ഫറസിനെ വേർതിരിക്കാമത്രേ, മൂത്രത്തിൻ്റെ അകത്ത് നിന്ന് മഗ്നീഷ്യൻ വേർതിരിക്കാമത്രേ. ഇത് മുഴുവൻ വ്യത്യസ്ത ലവണങ്ങളാണ്, വ്യത്യസ്ത കെമിക്കലുകളാണ്. അതുകൊണ്ട് ഒരാളുടെ ശരീരത്തിൽ കഴുകപ്പെടാത്ത മൂത്രത്തിൻ്റെ അംശം അള്ളിപ്പിടിക്കുകയും അത് കയ്യിലാവുകയും അത് കയ്യിൽ പുരണ്ടതിൻ്റെ ശേഷം ആ കയ്യ് വൃത്തിയാക്കാതെ അവൻ ഭക്ഷണം കഴിക്കുകയും ചെയ്താൽ ഇതിൽ നിന്നുണ്ടായ രാസപരിവർത്തനത്തിൻ്റെ വ്യത്യസ്ത വിഷപദാർത്ഥങ്ങൾ അവൻ്റെ ഭക്ഷണത്തിലൂടെ വീണ്ടും അവൻ്റെ അന്നനാളത്തിലേക്ക്, വൻകുടലിലേക്ക്, ആമാശയത്തിലേക്ക് കടന്നു പോവുകയാണ് എന്ന് ലോകത്തിൻ്റെ ശാസ്ത്ര സമൂഹം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അവിടെയാണ് 14 മുമ്പ് അറേബ്യൻ മണരാരണ്യത്തിലൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ബിഖബറൈൻ, 2 ഖബറുകൾക്കിടയിലൂടെ നടന്നു പോവുകയാണ്. അവിടെ മുഴുവൻ കാട് മൂടി കിടക്കുകയാണ്. അത് പുല്ലുമൂടിയ പ്രദേശമാണ്. നേരാമണ്ണം ആ ഖബറിന്റെ മീസാൻ കല്ല് പോലും കാണുന്നില്ല. അപ്പോഴാണ് പരിശുദ്ധ റസൂല് പറഞ്ഞു പോയത്, അവിടുത്തെ ഉക്കാസ്, അവിടുത്തെ ഊന്നുവടി ഉണ്ടായിരുന്നു. ഊന്നുവടി കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, സ്വഹാബ, ഞാനിപ്പോൾ നിൽക്കുന്നത് പുരാതന കാലത്ത് മരിച്ചുപോയ 2 പേരുടെ ഖബറുകൾക്ക് ഇടയിലാണ്. എൻ്റെ വലതുഭാഗത്ത് ഒരു ഖബറുണ്ട്, എൻ്റെ ഇടതുഭാഗത്ത് മറ്റൊരു ഖബറുണ്ട്. ഇത് രണ്ടും പുരാതനമായ ശ്മശാനങ്ങളാണ്. എന്നിട്ട് പരിശുദ്ധ റസൂല് പറയാൻ, മറയപ്പെട്ട കാര്യങ്ങൾ ഗൈബ് അറിയാൻ അല്ലാഹു തആല മുഅ്ജിസത്ത് കൊടുത്തിരിക്കുന്ന നായക അവിടുന്ന് പറയുകയാണ്, ഇന്നഹുമാ യുഅദ്ദബാൻ. സ്വഹാബ, കാര്യം ഗൗരവമുള്ള കാര്യമാണ്. വർഷങ്ങൾക്ക് മുമ്പാണ് ഇവർ മരിച്ചുപോയത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അവിടുത്തെ ഊന്നുവടി കൊണ്ട് പുൽമേടുകളെ മാറ്റിയപ്പോ ഖബറിന്റെ അടയാളങ്ങൾ ദൃസാക്ഷികളായ സ്വഹാബത്തും കാണുകയാണ്. എന്നിട്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 ഖബറുകളെയും ചൂണ്ടിക്കാണിച്ചിട്ട് കാര്യം ദർശിച്ചു കൊണ്ടിരിക്കുന്ന അനുചര വൃന്ദത്തിന് കാണിച്ചു കൊടുക്കുകയാണ്, ഇന്നഹുമാ യുഅദ്ദബാൻ. ഈ 2 ഖബറാളികളും ഇപ്പോഴും ലൈവായി ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കഠോരമായ ശിക്ഷ ഇപ്പോഴും ഈ 6 അടി മണ്ണിലെ മൂടുകല്ലിൻ്റെ ചോട്ടിലേക്ക്, ഇടുങ്ങിയ കുഴിമാടത്തിലേക്ക് ഇപ്പോഴും അനവരതം ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് സ്വഹാബ. അത് കേട്ടപ്പോൾ വിഷമിച്ചു പോയ, ഭയവിഹ്വലരായി പോയ, അത്ഭുത പരതന്ത്രരായി പോയ, ആശ്ചര്യഭരിതരായ സ്വഹാബത്തിനോട് സ്വഹാബ പരിശുദ്ധ നബിയോട് തിരിച്ചു ചോദിച്ചു, ഫീമയാ റസൂലല്ലാഹ്, ഏത് കാര്യത്തിലാണ് റസൂലേ ഇവർ ഇപ്പോഴും ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഏതൊരു വിഷയത്തിലാണ്? ഇവർ വലിയ തെറ്റുകാരായിരുന്നോ നബിയെ? ലോകം കണ്ട മാഫിയാ തലവന്മാരായിരുന്നോ? ലോകം കണ്ട വ്യഭിചാരികളായിരുന്നോ? വേശ്യാവൃത്തിയുടെ അപ്പോസ്തലന്മാരായിരുന്നോ? പലിശ കൊടുത്ത ആളുകളായിരുന്നോ? വൻദോഷങ്ങൾ ചെയ്തവരായിരുന്നോ? ഫീമയാ റസൂലല്ലാഹ്,
ഏതൊരു കാര്യത്തിലാണ് പരിശുദ്ധ നായകരെ ഈ രണ്ട് ഖബറിലും, അതും പുതിയ ഖബറുകളല്ല, പുരാതനമായ ഖബറുകളാണ്. ചിരപൗരാണികത അവകാശപ്പെടാനുള്ള ഒരുപാട് പഴക്കം ചെന്ന കുടിമാടങ്ങളാണ്. അവിടെയാണ് ഇപ്പോഴും ശിക്ഷ വർഷിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് റസൂലേ? അള്ളാന്റെ റസൂല് തന്റെ ഊന്നുവടി ഒന്നാമത്തെ ഖബറിൽ കിടക്കുന്ന ഖബറാളിയുടെ കുടിമാടത്തിന്റെ മുകളിൽ വെച്ചിട്ട് പറയുകയാണ്, അമ്മൽ അവ്വലു, ഒന്നാമത്തെ മനുഷ്യൻ ഏതൊരു വിഷയത്തിലാണ് ശിക്ഷിക്കപ്പെടുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? ഫകാന യംശീ ബിന്നമീമ, നല്ല നിസ്കാരം, നല്ല നോമ്പ്, നല്ല ആരാധന, നല്ല ദാനധർമാദി കർമ്മങ്ങൾ, നല്ല സച്ചരിതമായ സുഹൃതങ്ങൾ എല്ലാം അനുവർത്തിക്കുന്ന, പുലർത്തുന്ന, അനുഷ്ഠിക്കുന്ന ജീവിതചര്യയായി നിഷ്ഠയോടുകൂടെ കൊണ്ടുപോകുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹം. പക്ഷേ കാനയം ഷീബിൻ നമീമ, നാവ് സൂക്ഷിക്കുന്നിടത്ത് അത്ര വലിയ ലാഘവത്വം പുലർത്തുന്ന ആളായിരുന്നു. നാവ് എന്തുമാവാം, നാവ് കൊണ്ട് എന്തും ചെയ്യാം. അതുകൊണ്ട് അന്യനെതിരെ അന്യായം പറയാൻ കവലകളിൽ പോയിട്ട് ആൾക്കൂട്ടമുണ്ടാകുന്ന സ്ഥലത്ത് ആളുകൾ തടിച്ചുകൂടിയ സന്ദർഭത്തിൽ അഭാവം ആരുടേതാണോ അവനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് അവൻ്റെ പച്ചമാംസം ഭക്ഷിക്കാൻ, അവനെതിരെ ഇല്ലാ കഥകൾ മെനയാൻ, അവനെതിരെ നുണപ്രചരണം നടത്താൻ, അവനെതിരെ ഗീബത്ത് പറയാൻ, നമീമത്ത് പറയാൻ ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ നാവ് ഉപയോഗപ്പെടുത്താറുണ്ടായിരുന്നു. നോമ്പുണ്ട്, നിസ്കാരമുണ്ട്, ആരാധനാ കർമ്മങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. എന്നിട്ടും ഈ 6 അടി മണ്ണിൻ്റെ അകത്തേക്ക് അള്ളാഹുവിൻ്റെ കഠോരമായ ശിക്ഷ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നാവ് സൂക്ഷിക്കാത്ത മനുഷ്യനാണ്. അപ്പം നാവ് ഭയങ്കര കാര്യമാണ് എന്നുള്ളത് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ് എന്നർത്ഥം. എന്നാൽ രണ്ടാമത് പറഞ്ഞ വിഷയം എന്തായിരുന്നു? നമ്മൾ തൊട്ടു മുമ്പ് സംസാരിച്ച ഇസ്ലാമിൻ്റെ ശൗച്യ നിർവഹണമായിരുന്നു. രണ്ടാമത്തെ ഖബറിൽ കിടക്കുന്ന അങ്ങയുടെ ഇടതുഭാഗത്തുള്ള ഖബറാളിക്ക് അള്ളാഹുവിൻ്റെ അദാബ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കാനുള്ള കാരണം എന്താണ് പരിശുദ്ധ റസൂലേ? അതുകൂടി ഞങ്ങൾക്കറിയണം. ഞങ്ങളെ കാര്യം ബേജാറാണ്, ഞങ്ങൾക്ക് കാര്യം വിഷമകരമാണ്, ഗൗരവതരമായ ഇത്തരം കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തരണേ നായക. പരിശുദ്ധ റസൂൽ തൻ്റെ ഊന്നുവടി ഇടതുഭാഗത്തുള്ള ഖബറിൻ്റെ മുകളിൽ കുത്തിപ്പിടിച്ചിട്ട് പറയുകയാണ്, ഫഅമ്മൽ ആഖർ, അപ്പൊ രണ്ടാമത്തെ ഖബറിൽ കിടക്കുന്ന ഖബറാളി, അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് ഇപ്പോഴും അദാബ് ഇറങ്ങിക്കൊണ്ടിരിക്കാൻ കാരണം ഫകാന ലാ യസ്തതിറു മിൻ ബൗലിഹി, ലാ യസ്തതിറു മിൻ ബൗലിഹി, ബൗൽ മൂത്രം. അപ്പോൾ യൂറിനറി ഫംഗ്ഷന് വേണ്ടി വാഷ്റൂമിലേക്ക് പോകും. പക്ഷേ മൂത്രം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ആൾക്കാണ്ട് തോന്നുകയാണ്. ജീവിതത്തിൻ്റെ വ്യഗ്രതക്കിടയിൽ, ധൃതി പിടിച്ച ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ ഇതൊന്നും ശരിക്ക് സമയവും സാവകാശവും അവധാനതയും എടുത്തിട്ട് ശൗച്യം ചെയ്യാനുള്ള ക്ഷമയും സഹനശീലവും ഇല്ലാത്തതിൻ്റെ പേരിൽ ഈ ധൃതി പിടിച്ച ലോകം, പിന്നെ നമുക്ക് പറയണോ? അന്നത്തെ കാലത്ത് ഖബറിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ പരുവം അങ്ങനെയാണ്. ആ മനുഷ്യനെ പറ്റിയാണ് പരിശുദ്ധ റസൂൽ പറയുന്നത്, ഫകാന ലാ യസ്തതിറു മിൻ ബൗലിഹി, മൂത്രമൊഴിക്കാൻ പോകുവാള് മൂത്രമൊഴിക്കും, എന്നിട്ട് വേഗം ശൗച നിർവഹണം നടത്തും. ആ ധൃതി പിടിച്ചിട്ട് മൂത്രം ഒഴിച്ചതിന് ശേഷം ആള് കഴുകുന്നുണ്ട്, ആള് മൂത്രം മനോഹരം നടത്തുന്നുണ്ട്. ആ മനോഹരം നടത്തിയിട്ടും ശൗച്യം ചെയ്തിട്ടും ആള് പിന്നെ ധൃതി പിടിച്ച് എണീറ്റ് പോരുന്നതിൻ്റെ ഇടയിൽ 1 or 2 തുള്ളി വസ്ത്രത്തിലോ അടിവസ്ത്രത്തിലോ ശരീരത്തിലോ ഉറ്റിത്തീർന്ന് ആ നജസ് ചുമന്നിട്ടാണ് സ്നാനഘട്ടത്തിലേക്ക് വുളൂഎടുക്കാൻ, അംഗസ്നാനം ചെയ്യാൻ വേണ്ടി സ്നാനഘട്ടത്തിലേക്ക് പോകുന്നത്, ഹൗലിൻ്റെ അടുക്കൽ പോകുന്നത്. ഹൗലിൽ നിന്ന് അംഗസ്നാനം പൂർത്തീകരിച്ചതിൻ്റെ ശേഷം ആള് ആരാധനാലയത്തിൻ്റെ അകത്തേക്ക് കടന്നു വരികയാണ്. നമ്മൾ ഇവിടെ ഇരുന്ന് നവൈത്തുൽ ഇഅ്തികാഫ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇഅ്തികാഫ് ശരിയാവില്ല. പക്ഷേ ഈ മൊഞ്ചായ പള്ളിയുണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് പോയിട്ട് ഒരാൾ നവൈത്തുൽ ഇഅ്തികാഫ എന്ന് പറഞ്ഞ് ഉറങ്ങിയാൽ അവൻ ഉറക്കിലും ഇഅ്തികാഫിലാണ്, അവൻ്റെ ഇരുത്തം ഇഅ്തികാഫിലാണ്. അവൻ വർത്തമാനം പറഞ്ഞാലും, അവൻ മൗനം ദീക്ഷിച്ചാലും, അവൻ വിശ്രമിച്ചാലും, അവൻ ഗാഢമായ നിദ്രയിലേക്ക് വഴുതി വീണാലും അവനിങ്ങനെ യാന്ത്രികമായിട്ട് പുണ്യം പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണല്ലോ മൗഖൂഫായ പള്ളിയുടെ പ്രത്യേകത.
അതുകൊണ്ടാണ് നമ്മുടെ ആലിമീങ്ങൾ മുഴുവൻ വലതു കാലും വെച്ച് പള്ളിയിലേക്കാണ്ട് കയറിക്കഴിഞ്ഞാൽ അപ്പുറേക്ക് ഓർക്കാപ്പുറത്ത് ഓടി വരികയാണ് നവൈത്തുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹി തആല. നമ്മുടെ വീട്ടിൻ്റെ ലിവിങ് റൂമിൽ, നമ്മുടെ വീട്ടിൻ്റെ ഡൈനിങ് ഹാളിൽ, നമ്മുടെ വീട്ടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിൽ, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ നമ്മളൊരു മനോഹരമായ നല്ല കട്ടിയും കനൊക്കെയുള്ള നല്ല സോഫ്റ്റായ ഒരു കാർപ്പറ്റ് കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് നവൈത്തുൽ ഇഅ്തികാഫ എന്ന് പറഞ്ഞാൽ 7 ജന്മം ജനിച്ചാലും മുഅ്തകിഫിൻ്റെ പുണ്യം, ഭജനമിരുന്നവൻ്റെ ശ്രേഷ്ഠത നമുക്കാർക്കും കിട്ടൂല. അതിന് പള്ളിയാവണം, മൗഖുഫായ ഭൂമിയാകണം. ഇത് വഖഫ്തു, അള്ളാഹ്ക്ക് ഞാൻ വഖഫ് ചെയ്തു എന്ന് ബന്ധപ്പെട്ട ഒരു പറയുന്നതോടുകൂടെ ഇതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ അള്ളാഹിൻ്റെ പേരിലാണ് ഇതിൻ്റെ ആധാരം. അതുകൊണ്ടാണ് മൗഖുഫായ ഭൂമിയിലാണ് ഇഅ്തികാഫ് ശരിയാവാന്ന് പറയാൻ കാരണം. അതുകൊണ്ടാണല്ലോ അള്ളാഹിൻ്റെ ആരാധനാലയത്തിൻ്റെ അകത്ത് എന്തെങ്കിലും അമ്ലങ്ങൾ കണ്ടാൽ, എന്തെങ്കിലും അശണ്ടകൾ കണ്ടാൽ ആ അമ്ലവും അശണ്ടയും നീക്കേണ്ടത് ജീവനക്കാരനാണെന്ന് പറഞ്ഞ് നമ്മളവിടെ വിളംബരം നടത്തല്ല വേണ്ടത്, കണ്ടവൻ എടുത്ത് അത് മാറ്റി നിക്ഷേപിക്കുകയാണ് വേണ്ടത്. കാരണം എന്താ? എൻ്റെ റബ്ബിൻ്റെ വീടാണിത്, എൻ്റെ റബ്ബിൻ്റെ ഭവനമാണിത്. അതുകൊണ്ടാണ് കർമ്മശാസ്ത്രത്തിൻ്റെ വിശാരദന്മാരൊരു മസ്അല പറഞ്ഞത്, ഈ പള്ളിയുടെ വായുമണ്ഡലം മുഴുവൻ മൗഖൂഫാൻ. ഈ മസ്ജിദ് പണിത 4 കെട്ടിൻ്റെ അതേ വായുമണ്ഡലത്തിൽ 4.5 കിലോമീറ്റർ മുകളിൽ ഒരാൾ വാനലോകത്ത് ഒരു ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് നിർത്തി, അവിടെ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് നിർത്തി. ആ ഹെലികോപ്റ്ററിൻ്റെ സീറ്റിൽ ഇരിക്കുകയാണ്. അവരുടെ റഡാറുകൾ വെച്ചിട്ട് അവർ പരിശോധന നടത്തുകയാണ്. ഇത് വഖഫ് ചെയ്യപ്പെട്ട നമ്മുടെ മനോഹരമായ ബദറുന്നൂറിൻ്റെ അതേ ഔന്നത്യത്തിലാണ്, അതേ ഭൗമമണ്ഡലത്തിൻ്റെ മുകളിൽ തന്നെയാണ് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ആ ഹെലികോപ്റ്ററിൻ്റെ സീറ്റിൽ ഇരുന്നിട്ട് നവൈത്തുൽ ഇഅ്തികാഫ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭൗമമണ്ഡലം, ഇതിൻ്റെ ഭൂമി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വഖഫ് ചെയ്യപ്പെട്ടതാണ് എന്നതിൻ്റെ പേരിൽ ആ ഭൂമിയുടെ അതേ വായുമണ്ഡലം മൗഖൂഫാണ്. അവിടെ ഇഅ്തികാഫിരുന്നവനും പള്ളിയിൽ ഇഅ്തികാഫിരുന്നവൻ്റെ പുണ്യം കിട്ടുകയാണ്. ഇനി അള്ളാഹുവിൻ്റെ ഈ മസ്ജിദിൻ്റെ മെയിൻ ഹാളിൻ്റെ അകത്തെ പള്ളിയുടെ നടുത്തളത്തിൽ ഒരാൾ ഒരു വടവൃക്ഷം നടുകയാണ്, അതിന് വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ്, അതിന് സ്വച്ഛന്തമായ പ്രാണവായു ഒരുക്കി കൊടുക്കുകയാണ്, അതിന് ഓജസ്സും തേജസ്സും നൽകുകയാണ്, അതിന് വളരാൻ ആവശ്യമായ സകലമാന വാതായനങ്ങളും തുറന്നു കൊടുക്കുകയാണ്. അത് വളർന്നു, അത് സ്വച്ഛന്തമായി വളർന്നു, അത് തരളിതമായി, അത് വടവൃക്ഷമായി, അത് മുത്തശ്ശിമരമായി മാറി. അതിൻ്റെ ഒരു ശിഖരം, അതിൻ്റെ ഒരു ശാഖ ഈ തുറന്നിട്ട കിളിവാതിലിലൂടെ നമ്മളിപ്പോൾ പ്രഭാഷണ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന മസ്ജിദിൻ്റെയും മദ്രസയുടെയും അങ്കണത്തിൽ വന്നിട്ട് വ്യവഹാരം നടത്തിക്കഴിഞ്ഞാൽ ഇവിടെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന മരത്തിൻ്റെ ശിഖരത്തിൽ ഒരാൾ ഇരുന്നിട്ട് അവൻ പറയാണ് നവൈത്തുൽ ഇഅ്തികാഫ എന്ന നിയ്യത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ പള്ളിയുടെ അകത്ത് ഇഅ്തികാഫിരിക്കുന്നവൻ്റെ അതേ പുണ്യം കസേരയിൽ ഇരിക്കുന്ന നമുക്ക് കിട്ടുന്നില്ല. നമ്മുടെ തലക്ക് മുകളിൽ വന്ന് നിൽക്കുന്ന ആ മരക്കൊമ്പിൻ്റെ മുകളിൽ ഇരിക്കുന്നവന് അള്ളാഹു കൊടുക്കുകയാണ്. അതിൻ്റെ കാരണം പണ്ഡിതന്മാർ നമ്മളോട് വിശദമായി ചർച്ച ചെയ്ത് പറയാൻ, ഈ മരത്തിൻ്റെ കൊമ്പിൻ്റെ ബേസ് കിടക്കുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഭവനത്തിൽ വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയിലാണ്. അപ്പം ഏതാണ് പള്ളി? ആരാണ് പള്ളിയുടെ പരിപാലകൻ? എന്തൊക്കെയാണ് അതിൻ്റെ പുണ്യങ്ങൾ? പള്ളിക്ക് വേണ്ടി ശബ്ദിക്കുന്നവന് നാഥൻ കൊടുക്കുന്ന സ്വച്ഛന്തമായ സുഹൃതങ്ങൾ എന്തൊക്കെയാണ്? അതാണ് വറജുലൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ് സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലി അർശിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. അവൻ്റെ തണലല്ലാതെ ലോകത്ത് മറ്റൊരു തണലില്ലാത്ത സന്ദർഭത്തിൽ എല്ലാവരും വിയർത്തൊലിച്ചിട്ട് ആകെ പരതന്ത്രരായി ഭയവിഹ്വലതയോടുകൂടെ പരിഭ്രമചിത്തരായി ഇത് കർത്തവ്യതാ മൂഢരായി നിലകൊള്ളുന്ന മഹ്ശറാവൻ സഭയിൽ ഒരു പറ്റം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അർശിൻ്റെ ശീതീകരിച്ച തണലിലേക്ക് വിളിക്കുമ്പോൾ അതിൽ 7 സൗഭാഗ്യവാന്മാരുണ്ട്, 7 ഭാഗ്യവാന്മാരുണ്ട്. അവരിൽ ഒരു പ്രധാനിയ പരിശുദ്ധ നായകൻ മദീനയുടെ മണ്ണിൽ വിളംബരം നടത്തി കൊടുക്കുകയാണ്. അത് ഒരുത്തനാണ്, റജുലൻ ഒരു മനുഷ്യനാണ്, ഖൽബുഹു അവൻ എവിടെയാണെങ്കിലും
അവൻ്റെ മനസ്സ്, അവൻ്റെ ചിന്ത, അവൻ്റെ ഉത്കടമായ അഭിനിവേശം മുഴുവൻ മുഅല്ലഖും ബിൽ മസാജിദ്, അള്ളാഹുവിൻ്റെ പേരിൽ വഖഫ് ചെയ്യപ്പെട്ട ഈ പള്ളിയുടെ പേരിലാണ്. അവൻ്റെ വാട്സപ്പിലെ ചർച്ച പള്ളിക്ക് വേണ്ടിയാണ്. അവൻ പള്ളിയുടെ അകത്തുണ്ടായിക്കൊള്ളുന്നില്ല. ഖൽബു, അവൻ്റെ ഹൃദയം കണക്റ്റഡ് വിത്ത് മസ്ജിദ്. അതാണ് ഈ ഒരു കണക്ടിവിറ്റി. ഏത് നെറ്റ് സംവിധാനം വിച്ഛേദിക്കപ്പെട്ടാലും വിച്ഛേദിക്കപ്പെടുന്നതല്ല. ആൾ ഉംറ ചെയ്യാൻ വേണ്ടി സൗദി അറേബ്യയിലേക്ക് പോയാൽ അവിടെയും കണക്ടിവിറ്റി ആരാധനാലയമായിട്ടാണ്. അള്ളാഹുവേ നിന്റെ മസ്ജിദ്, അള്ളാഹുവേ നിന്റെ മസ്ജിദിൻ്റെ പരിപാലനം, അവിടുത്തെ മുന്നോട്ടുള്ള ഗമനം, ഇങ്ങനെ ഒട്ടനേകം ചർച്ചകൾ ഇങ്ങനെ കടന്നു വരികയാണ്. അതാണ് പള്ളിയുടെ ഏറ്റവും പ്രൗഢമായ പ്രത്യേകത. ആ പരിശുദ്ധമായ മസ്ജിദിൻ്റെ അകത്തേക്ക് മൂത്രം ശുദ്ധീകരിച്ചു എന്ന് ഉറപ്പുവരുത്തിയിട്ടും ധൃതി പിടിച്ചിട്ടുള്ള ജീവിതത്തിൻ്റെ ഓട്ടങ്ങൾക്കിടയിൽ, വ്യഗ്രതക്കിടയിൽ ശൗച നിർവഹണത്തിൻ്റെ ശേഷവും അടിവസ്ത്രത്തിലേക്ക് 1-2 തുള്ളി ഉറ്റിയതിൻ്റെ ശേഷം അതേ പള്ളിക്ക് വേണ്ടി സജ്ജമാക്കപ്പെട്ട സ്നാനഘട്ടത്തിൽ പോയി അംഗസ്നാനം ചെയ്തിട്ട് ആരാധനാലയത്തിൻ്റെ അകത്തളത്തേക്ക് കയറി നിന്നവനെ, എഴുത്തിക്കാഫ് ശരിയാകുന്ന പരിശുദ്ധമായ ഭവനത്തിൽ നജസ് ചുമന്നിട്ടാണ് നീ നിലകൊണ്ടത്, നജസ് വഹിച്ചിട്ടാണ് നീ തക്ബീർ കെട്ടിയത്. എത്ര ആയിരം നിസ്കാരങ്ങൾ, എത്ര ജമാഅത്തുകൾ, എത്ര എഴുത്തിക്കാഫുകൾ, എത്ര ഖുർആൻ പാരായണങ്ങൾ, എത്ര തസ്ബീഹുകൾ, എത്ര തഹ്ലീലുകൾ, എത്ര ദുആകൾ, എത്ര തറാവീഹുകൾ, എത്ര തിലാവത്തുകൾ, എത്ര സദഖകൾ, എത്ര നിയ്യത്തുകൾ, എത്ര മജ്ലിസുകൾ, ഇതൊക്കെ പള്ളിൻ്റെ അകത്തുള്ളതല്ലേ. അപ്പം ബൗൽ, ശൗച നിർവഹണത്തിന് ഇസ്ലാം കൊടുത്തൊരു പ്രാധാന്യം നോക്കൂ നിങ്ങൾ. നമ്മുടെ മതകലാലയത്തിൻ്റെ അകത്ത് നമ്മുടെ കുഞ്ഞുമക്കൾ പഠിക്കുന്ന ഫിഖ്ഹിൻ്റെ കിതാബിലുണ്ട്, മൂത്രമൊഴിക്കാൻ പോകുന്നവൻ ശൗച നിർവഹണം നടത്തുന്നതിൻ്റെ തൊട്ട് മുൻപ് അവന് തനഹ്നുഹ് സുന്നത്താൻ. എന്താ ഈ തനഹ്നുഹ് സുന്നത്താൻ എന്ന് പറഞ്ഞാൽ? തനഹ്നഹ എന്ന അറബി വാക്കിൻ്റെ അർത്ഥം തന്നെ പഴയ മലയാളത്തിൽ, നമ്മുടെ മലബാറിലേക്ക് മലയാളത്തിൽ മുരടനനക്കി എന്നാണ് നമ്മുടെയൊക്കെ മലപ്പുറത്തെ വല്ലിപ്പാർ പറയാറുള്ളത്. ഒച്ചയനക്കി എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിൻ്റെ അടിഭാഗത്തു നിന്ന് നല്ല ഒരു ശരിക്കും മർദ്ദം കൊടുക്കുന്ന, പ്രഷർ കൊടുക്കുന്ന ശബ്ദം, അതാണ് തനഹ്നുഹ്. ഇപ്പം മൂത്രമൊഴിക്കുന്ന പഴയകാല കാരണന്മാരൊക്കെ അന്നത്തെ കാലത്ത് ഉസ്താദന്മാരെ വയൽ കേട്ടിട്ട് അവരൊരുപാട് പള്ളി ദർസിലൊന്നും പോയിട്ട്, പള്ളിമേടകളിലും അരമനകളിലും പോയിട്ട് ദീനിൻ്റെ അത്ഭുതകരമായ ഗ്രന്ഥങ്ങളെ മാറോട് ചേർത്തിട്ട് അപഗ്രഥനം ചെയ്യാനുള്ള സൗഭാഗ്യസിദ്ധി ഇല്ലാതെ പോയവരാണെങ്കിൽ പോലും മതപണ്ഡിതന്മാർക്ക് നേരെ തുറന്നു വച്ച കർണപുടങ്ങൾ സ്വന്തമായുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഉസ്താദുമാരെ കേൾക്കാൻ അവർക്ക് വലിയ പൂതിയാൻ, വലിയ അഭിവാഞ്ചയാൻ, വലിയ താല്പര്യമാണ്. ആ താല്പര്യത്തിൻ്റെ പുറത്ത് മതപണ്ഡിതന്മാർക്ക് നേരെ തുറന്നു വച്ചക്ക് കിളിവാതിലായിരുന്ന അവരുടെ ചെവികൾ, ആ ചെവിയിലൂടെ ആവാഹിച്ചെടുത്ത് കൽബാകുന്ന കമാണത്തിൽ കൊണ്ടുവന്നിട്ട് പ്രതിഷ്ഠിച്ച ഒരുപാട് വിജ്ഞാനങ്ങൾ, ആ വിജ്ഞാനങ്ങളുമായിട്ടാണ് നമ്മുടെ പ്രപിതാക്കന്മാർ ഇവിടെ സഞ്ചരിച്ചത്. അവരുടെ സഞ്ചാര പഥങ്ങളിലെ ഇന്ധനം ഇങ്ങനെ ഉസ്താദുമാർ കേട്ട വിജ്ഞാനങ്ങളാണ്. അപ്പോൾ നമ്മുടെയൊക്കെ പഴയ കാലത്തെ പള്ളിമേടകളിൽ അന്ന് ശരിക്ക് മൂത്രമൊഴിക്കാനുള്ള ഇരുത്തം, സ്വസ്ഥമായിട്ടുള്ള ഇരുത്തത്തിന് വേണ്ടി പഴയ സ്ഥലങ്ങളിലൊക്കെ തന്നെ അന്ന് പഴയ പൊന്നാനി പള്ളികളിലൊക്കെ ഇന്നും കാണൂട്ടോ, മുകളിൽ നിന്ന് മേൽക്കൂരയുടെ മച്ചിൻ്റെ മേലാപ്പിൻ്റെ മുകളിൽ നിന്ന് ബലിഷ്ഠമായൊരു കയറ് താഴേക്ക് ഇങ്ങനെ ദീർഘമായിട്ട് തൂങ്ങിക്കിടക്കുന്നുണ്ടാവും. എന്നിട്ട് അയിമൽ പിടിച്ചിട്ടാണ് ഈ തനഹ്നുഹും അതുപോലെ തന്നെ ഇസ്തിൻജാവും ഒക്കെ കഴിഞ്ഞിട്ട് അവർ എണീക്കുക. നമ്മൾ പഴയ കാലത്ത് ചില കാരണന്മാരൊക്കെ മൂത്രം ഉറ്റിത്തീർന്ന് പിന്നെ മൂത്രം ഒഴിക്കുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് മൂത്രത്തെ ശരിക്ക് അവിടെ എന്താ പറയുക, മൂത്രനാളത്തെ പിടിച്ചു വെച്ചിട്ട് മനോഹരം പിടിക്കുക എന്നാണ് നമ്മളെ മലപ്പുറത്തൊക്കെ പഴയ കാലത്ത് പറയാറുള്ളത് അല്ലേ. എന്നിട്ട് 1, 2, 3 സ്റ്റെപ്പ് നടക്കും. ഞാൻ പറയാം, അവരൊക്കെ ജീവിതത്തിൽ പുലർത്തിയ സൂക്ഷ്മത എന്തിനാ അറിയോ? പഠിച്ചോനെ അതിൻ്റെ പേരിൽ ഞാൻ 5 മിനിറ്റ് എടുത്താലും വേണ്ടില്ല. ചില ആളുകൾക്ക് സലിസുൽ ബൗലുണ്ടാകും, മൂത്രവാർച്ച എന്നാ പറയുക അതിനെപ്പറ്റി. അപ്പം അത്തരം ആളുകൾക്ക് ചില ന്യൂറോ സിസ്റ്റം ബ്ലോക്കായി കിടക്കുന്നുണ്ടാകും. അപ്പം ശബ്ദത്തിൻ്റെ മർദ്ദം കൊണ്ട് മൂത്രനാളത്തിൽ അള്ളിപ്പിടിച്ച് കിടക്കുന്ന 1-2 തുള്ളി നജസ് ഉണ്ടെങ്കിൽ അത് ഈ തനഹ്നുഹ് എന്ന് പറയുന്ന നമ്മുടെ ശബ്ദവിന്യാസത്തിലൂടെ അത് ബഹിർഗമിക്കും, പുറന്തള്ളപ്പെടും. പിന്നെയുണ്ടെങ്കിൽ അത്തരം ആളുകൾക്കാണ് 2 അടി നടക്കും, അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഉലാത്തും.
ആ ഉലാത്തുമ്പോൾ നമ്മുടെ ന്യൂറോ സിസ്റ്റം ഒന്ന് റിലാക്സ് ആകും. ആൾ എണീറ്റ് നിൽക്കുമ്പോൾ റിലാക്സ് ആകും. ഇന്നത്തെ കാലത്ത് ഇത്തരം മസാലകളൊക്കെ വളരെ സൂക്ഷ്മമായി നമ്മൾ കൈകാര്യം ചെയ്യണം. നമ്മുടെ കുട്ടികൾ മദ്രസയിൽ പോയിട്ട് ഈ മസാല പഠിക്കുന്നത് അവർക്ക് പൊതുപരീക്ഷയിൽ ഡിസ്റ്റിങ്ഷൻ കിട്ടാനും ഫുള്ള് ടോപ്പ്ലെസ് കിട്ടാനും വേണ്ടി മാത്രമല്ല. ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നാളെ സർവ്വ വ്യത്യസ്ത പ്രൊഫഷനുകളുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന ഒരു സ്ഥലം നമുക്ക് ഫേസ് ചെയ്യാനുണ്ട്. ഇന്നലെ കഴിഞ്ഞ 6-ാം തീയതി നീറ്റിൻ്റെ പരീക്ഷ എഴുതാൻ പോയ കുട്ടികൾക്ക് മെഡിക്കൽ സംബന്ധിയായ ചോദ്യം പേപ്പറാണ് കിട്ടിയത്. പാരാമെഡിക്കൽ മേഖലയിൽ അങ്ങനെയുള്ള ചോദ്യപേപ്പറുകൾ, എഞ്ചിനീയറിംഗ് ഫീൽഡിൽ അങ്ങനെയുള്ള ചോദ്യപേപ്പറുകൾ, ആസ്ട്രോ സയൻസിൻ്റെത് വേറെയാണ്, മാത്തമാറ്റിക്സിൻ്റെത് വേറെയാണ്, ട്രിഗണോമെട്രിയുടേത് വേറെയാണ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെത് വേറെയാണ്, കെമിസ്ട്രിയുടേത് വേറെയാണ്, ബോട്ടണിയുടേത് വേറെയാണ്, ഫിസിക്സിൻ്റേത് വേറെയാണ്. അങ്ങനെ ഓരോന്നും വ്യത്യസ്തങ്ങളാണ്, അതത് ശാഖകളാണ്. അതിൽ തൽപരരായ ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബദരിയയുടെ മുമ്പിൽ പ്രിയപ്പെട്ട റഹ്മത്ത് നഗറിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ആണുങ്ങളെ, പെണ്ണുങ്ങളെ, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വ്യത്യസ്ത പ്രൊഫഷനുകളുള്ള എത്ര ആളുകളുണ്ട്? ഈ ഇരിക്കുന്നവരൊന്നും ഒരേ സ്വഭാവമുള്ള ജോലി ചെയ്യുന്നവരല്ല. ഇതിൽ മതപണ്ഡിതന്മാരുണ്ട്, ഇതിൽ മതപണ്ഡിത വിദ്യാർത്ഥികളുണ്ട്, ഇതിൽ കാർപ്പൻറ്റേഴ്സ് ഉണ്ട്, ഇതിൽ പ്രവാസികളുണ്ട്, ഇതിൽ എക്സ് പ്രവാസികളുണ്ട്, ഇതിൽ ബിസിനസ് സാമ്രാജ്യത്തിന്റെ തലതൊട്ടപ്പന്മാരുണ്ട്, ഇതിൽ കൂലിപ്പണിക്ക് പോകുന്നവരുണ്ട്. 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ നായകനെ കേൾക്കാൻ മദീനത്തെ പള്ളിയുടെ അകത്തളത്തിൽ വന്നിരുന്നവരും ഇതേ സ്വഭാവമുള്ള സഹാബികളാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ പോലെ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾക്ക് കുലപതികളായിട്ട് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കോടീശ്വരന്മാർ, ശതകോടീശ്വരന്മാർ, ബില്യണേഴ്സ്, മില്യണേഴ്സ്, ട്രില്യണേഴ്സ്, മൾട്ടി ബില്യണേഴ്സ് അന്നത്തെ കാലത്തുണ്ടായിരുന്നു. അതും പരിശുദ്ധ നബിയുടെ സഹാബിയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയാൻ, പുണ്യ നബിയുടെ ബറക്കത്തിന് വേണ്ടിയിട്ടുള്ള ദുആ കിട്ടിയതിൻ്റെ ശേഷം ഞാൻ മദീനയുടെ പാർശ്വഭാഗങ്ങളിലൂടെ നടന്നുപോയി. എൻ്റെ കൺമുന്നിൽ കാണുന്ന ഒരു പാറക്കല്ല് മറിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ നിന്ന് എനിക്ക് വിലപിടിപ്പുള്ള നിധികൾ കിട്ടാറുണ്ടായിരുന്നു. ഞാൻ തന്നെ ആലോചിച്ചു, എൻ്റെ കൂടെയുള്ള പരിശുദ്ധ നായകൻ്റെ 1,24,000 പരം വരുന്ന എത്ര സ്വഹാബികളുണ്ട്? അവർക്കാർക്കും എന്തേ ഈ സൗഭാഗ്യസിദ്ധി ഇല്ലാതെ പോയത്? അത് പരിശുദ്ധ നബിയുടെ പ്രാർത്ഥനയാണ്. അവസാനം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ സാമ്രാജ്യം മുഴുവൻ വികസിച്ച് ബിസിനസ് മുഴുവൻ പുഷ്ടിപ്പെട്ടിട്ട് തൻ്റെ ബിസിനസ്സുകളെല്ലാം വിജയിച്ചു കഴിഞ്ഞ് ശതകോടീശ്വരൻ്റെ സ്ഥാനത്ത് ഇങ്ങനെ പ്രതിഷ്ഠിക്കപ്പെട്ടപ്പോൾ അള്ളാഹുവിനോട് പറഞ്ഞൊരു വർത്താനുണ്ട്, യാ ഹബ്ബദൽ മാൽ, അല്ലയോ പടച്ച റബ്ബേ, നീ തന്ന എൻ്റെ സമ്പാദ്യമേ, അസ്ലു ബിഹി റഹിമി, എൻ്റെ കുടുംബ ബന്ധങ്ങൾ മുഴുവൻ ഞാൻ ചേർത്തത് ഈ ദീനാർ ദിർഹമുകളിലൂടെയാണ്, ഈ കോടിക്കണക്കിന് ദീനാർ ദിർഹമുകളിലൂടെയാണ്. എൻ്റെ കുടുംബത്തിലെ ചോരബന്ധങ്ങളിലെ അകന്നവനെയും അടുത്തവനെയും ഞാൻ എന്നിലേക്ക് അടുപ്പിച്ചത്, അവരെ ഞാൻ സഹായിച്ചത്. എൻ്റെ റബ്ബിലേക്ക് ഞാൻ അടുത്തതും ഈ സമ്പത്തിലൂടെയാണ്. ഒരുപാട് സഹാബികൾ ദരിദ്ര പരവശന്മാരായിരുന്നു, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരായിരുന്നു, പച്ചവെള്ളത്തിന് പോലും ഗതിയില്ലാത്തവരായിരുന്നു. അവരും അല്ലാഹുവിലേക്ക് അടുത്തു. അവരും മദീനയുടെ പള്ളിയിൽ ഇഅ്തികാഫിരുന്നിട്ട് ചമ്രം പടിഞ്ഞിരുന്നിട്ട് ആരാധനാ പ്രവർത്തനങ്ങളിൽ നിതരാം സുതരാം നിർവൃതി നേടിയിട്ടാണ് അല്ലാഹുവിലേക്ക് അടുത്തത് എങ്കിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയാണ്, അതഖറബു ബിഹി ഇലാ റബ്ബി യാ ഹബ്ബദൽ മാൽ, എൻ്റെ സമ്പാദ്യമേ, ആ സമ്പത്ത് കൊണ്ടാണ് ഞാൻ റബ്ബിലേക്ക് അടുത്തുപോയത്. പള്ളിനി മദ്രസനൊക്കെ സഹായിക്കുന്ന മഹാനായ മനുഷ്യന്മാർക്ക്, വലിയ കോടീശ്വരന്മാരായ മുതലാളിമാർക്കുള്ള സന്തോഷ വാർത്തയാണിത്. പലപ്പോഴും സമ്പത്ത് കുന്നുകൂടിക്കഴിഞ്ഞാൽ അത് സ്വർഗത്തിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കാൻ നമ്മളെ നിർബന്ധിപ്പിക്കുമെന്ന ഒരു രീതിയിലുള്ള ധാരണ ഈ ലോകത്തുണ്ട്. കാരണം സിംഹഭാഗം ആളുകളും ആ രീതിയിലാണ്. അതിന് ഘടകവിരുദ്ധമായ ഒരു സാക്ഷി പോലെ നമ്മുടെ കഥാപാത്രമായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, ആ മനുഷ്യനും പരിശുദ്ധ റസൂലുള്ളാഹിന്റെ സദസ്സിൽ ഇരിപ്പിടം ഉറപ്പിച്ച ഒരാളാണ്, ഒരു മെമ്പറാണ്. ഇശാ മഗ്രിബിന്റെ ഇടയിൽ മസ്ജിദുൻ നബവിയിൽ പരിശുദ്ധ റസൂലാകുന്ന മുദർരിസിന്റെ ഖാദിയുടെ ഉസ്താദിന്റെ വഅദ് കേൾക്കാൻ ആയിരക്കണക്കിന് സ്വഹാബത്ത് സംഗമിക്കുമ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ തൊട്ടുപുറത്ത് ഇരിക്കുന്നത്
അതേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ വിശാല വിസ്തൃതമായ അനന്തതയിലേക്ക് കണ്ണും നട്ട് നാവു നീട്ടിയിട്ട് കിടക്കുന്ന വിസ്തൃതിയുള്ള ഭൂപ്രദേശങ്ങളെ നട്ടു നനച്ചിട്ട് അവിടുത്തെ ഈത്തപ്പഴങ്ങൾക്ക് ആർദ്രത കൊടുക്കുന്ന കൂലിവേലക്കാരനാണ്. മറ്റൊരു സഹാബി അതേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ പോലെയുള്ള ജന്മികളായ സഹാബികളുടെ രാത്രികാലങ്ങളിലെ ഈന്തപ്പനത്തോട്ടത്തിന്റെ കാവൽക്കാരാണ്, പാറാവുകാരാണ്. അതുകൊണ്ട് അവരുടെയൊക്കെ പ്രൊഫഷന് വ്യത്യസ്തമാണ്, നമ്മുടേതും വ്യത്യസ്തമാണ്. എല്ലാവരും ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ഫേസ് ചെയ്യുന്നത് ഈ ലോകത്തല്ല. മെഡിക്കൽ വിദ്യാർത്ഥിയുടെ ചോദ്യപേപ്പർ ഒന്നാണ്, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടേത് വേറൊന്നാണ്, സിവിൽ സർവീസുകാരൻ്റേത് അതിൽ നിന്നും വളരെ അന്തരം പുലർത്തുന്ന മറ്റൊന്നാണ്. എന്നാൽ ഇവർ മുഴുവൻ എല്ലാവരും ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ഫേസ് ചെയ്യേണ്ട ഒരു സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ നടന്നു പോവുകയാണ്. നമ്മളിങ്ങനെ പോവാൻ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മലപ്പുറത്തെ AV മുഹമ്മദ് പണ്ട് പാടിത്തന്ന പോലെ മണി മഞ്ചലിൽ നിന്റെ മടങ്ങാത്ത യാത്ര മനുഷ്യാനിം ജീവിത അവസാന യാത്ര മണി മഞ്ചലിൽ നിന്റെ മടങ്ങാത്ത യാത്ര. അന്നത്തെ പാട്ടുകാരുടെ 2 വരി മതി നമ്മുടെ മുച്ചൂടും പരിവർത്തിപ്പിക്കാൻ. വേറൊന്നിൻ്റെ ആവശ്യമില്ല. മണിക്കൂറുകളോളം കേട്ടു നിൽക്കേണ്ട വാഴുകാരുടെ പോലും ആവശ്യമില്ലായിരുന്നു. അന്നത്തെ ഭക്തി സാന്ദ്രമായ ഭക്തി ഇങ്ങനെ വിഴിഞ്ഞു ഒഴുകുന്ന നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ പ്രവാഹം പോലെ ആത്മീയ ഭാവങ്ങൾ മനസ്സിൻ്റെ ഹൃദയപാടിയിലേക്ക് വിരുന്നു വരുന്ന മനോഹരമായ ശാലീനമായ വരികൾ രചിച്ചുപോയ ആളുകൾ നമ്മളിൽ നിന്ന് ദിവംഗതരായി 6 അടി മണ്ണിൽ പോയി കിടക്കുകയാണ്. 6 അടി മണ്ണിൽ പോയിട്ട് കിടക്കുകയാണ്. അത്തരം വരികളൊക്കെ ഇന്നും ജീവിക്കണം. അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഇന്നും അതേ പേരിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില കോമാളിപ്പാട്ടുകൾ, അതും മാപ്പിളപ്പാട്ടുകളാണ്. അന്നത്തെ പാട്ടുകൾ ഒരു വിശ്വാസിയെ പരിവർത്തിപ്പിച്ചതിൻ്റെ ആഴം. അന്നൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടറാണ് എന്ന് ആരും ചോദിക്കാറില്ല, ഇത് ഏത് ബാനറിൽ ഇറക്കിയതാണ് എന്ന് ആരും ചോദിക്കാറില്ല. ഇതിൻ്റെ വരികൾ, ഇതിൻ്റെ ശബ്ദം, ഇതിൻ്റെ കണ്ഠനാദം ആരുടെ, അതിൻ്റെയൊക്കെ അപ്പുറത്ത് വരികളിൽ നിന്ന് വാർന്നു വീഴുന്ന വഴിഞ്ഞൊഴുകുന്ന സാന്ദ്രമായ ശബ്ദങ്ങളിൽ അന്തർലീനമായി കിടക്കുന്ന സന്ദേശങ്ങളുടെ കൂടെ നടക്കാൻ ആളുകളുണ്ടായിരുന്നു. വിൻസ്റ്റൺ ചർച്ചിലിൻ്റെയും മാർക്ക് ആൻ്റണിൻ്റെയും പ്രസംഗത്തെപ്പറ്റി ആംഗലേയർ പറയാറുണ്ട്. മാർക്ക് ആൻ്റണിയുടെ പ്രസംഗം കേട്ടാൽ ആളുകൾ മുഴുവൻ ആവേശം കൊണ്ട് കരഘോഷം മുഴക്കുന്നതാണ്. കാരണം മാർക്ക് ആൻ്റണി തീപ്പൊരി പ്രഭാഷകനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മനോഹരമായിരിക്കുന്ന വാക്കുകൾ കൂരമ്പുകൾ പോലെ, വാക്കസ്ത്രങ്ങൾ എന്നാണ് പറയാറുള്ളത്. വാക്കല്ല, വാഗസ്ത്രം, വാക്കാകുന്ന അസ്ത്രം. അതാണ് മാർക്ക് ആൻ്റണിയുടെ പ്രസംഗം. അതുകൊണ്ട് മാർക്ക് ആൻ്റണിയുടെ പ്രസംഗം കേട്ട ആംഗലേയൻ, ഇംഗ്ലീഷുകാരൻ, ആ പ്രസംഗാണ്ട് കഴിയുമ്പോഴേക്ക് ആവേശം കൊണ്ട് കൈയടിച്ച് അവർ നല്ല പുളകിതരായി ഉന്മാദ ചിത്തരായിട്ടാണ് അവർ പുറത്തു പോകാറുള്ളത്. വിൻസ്റ്റൺ ചർച്ചിൽ അക്കാലത്ത് തന്നെ പേരുകേട്ട, ലോകം ശ്രദ്ധിച്ച പ്രഭാഷകനാണ്, വലിയ രാഷ്ട്രീയ നായകനാണ്. വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ പ്രസംഗത്തിൻ്റെ പ്രത്യേകത സാന്ദ്രമായിരുന്നു, സദസ്സും ശാന്തമായിരുന്നു. വിൻസ്റ്റൺ ചർച്ചിൽ പ്രസംഗിച്ച് പ്രസംഗം പ്രഭാഷണവേദി വിട്ടുപോയാലും സദസ്സ് ഏതോ ഒരു അവാച്യമായ മൂകതയിൽ തളം കെട്ടിങ്ങനെ ആരോ പിടിച്ചിരുത്തിയ പോലെ പിടിച്ചിരിക്കാറുണ്ടായിരുന്നു. ഒരു കരഘോഷമില്ല, കൊട്ടിഘോഷമില്ല, മേളക്കൊഴുപ്പുകളില്ല, ശബ്ദങ്ങളില്ല, ഒന്നുമില്ല. എന്തായിരുന്നു അതിൻ്റെ പ്രത്യേകത? അതിൽ പരാമർശിക്കപ്പെട്ട കനപ്പെട്ട ചിന്തകൾക്ക് പിറകെയായിരുന്നു ശ്രോതൃഹൃദയങ്ങൾ, ശ്രോതാക്കളുടെ മനസ്സുകൾ. അപ്പം അങ്ങനെയാണ് ചരിത്രങ്ങൾ നമ്മളെ കൊണ്ടുപോകുന്നത്. പല രീതിയിലൂടെയാണ്. അപ്പോൾ പഴയകാല മാപ്പിളപ്പാട്ട് വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ പ്രഭാഷണം പോലെയായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്. അത് നമ്മളെ ചേതോഹരമായ എത്ര വഴി നടത്തി, എത്ര മേഖലയിലേക്ക് നമ്മളെ കൊണ്ടുപോയി. ഒരു തീർത്ഥയാത്ര പോലെ, പരിശുദ്ധ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് പോകുന്നതും തീർത്ഥയാത്ര പോലെ. ഇന്നും ശ്ലാഘിക്കപ്പെടേണ്ട ഒറ്റപ്പെട്ട അത്തരം എഴുത്തുകാരും വരികളും ജന്മം കൊണ്ടു എന്നുള്ളത് ആശ്വാസം നൽകുന്നൊരു കാര്യമാണ്. അങ്ങനെയുണ്ട്. ശുദ്ധനബിയെ പറ്റി ഓർക്കുന്ന, റസൂലുള്ളാഹിന്റെ അപദാനങ്ങളെ വാഴ്ത്തുന്ന അങ്ങനെ കുറച്ച് വരികളും
രചനകളും ഒക്കെ തന്നെ ഇന്ന് ഉണ്ട്. കാനേഷ് പൂനൂരിൻ്റെ മനോഹരമായ വരികളുണ്ട്. റസൂലുള്ളാഹിനെ കാണാൻ കഴിയാത്ത, റസൂലുള്ളാഹിൻ്റെ കാലത്ത് ജീവിക്കാൻ കഴിയാത്തൊരു വിശ്വാസി 1400 സംവത്സരങ്ങൾക്കിപ്പുറം മദീന കാണാതെ, വിശുദ്ധ നബിയെ കാണാതെ, കേൾക്കാതെ, റസൂലുള്ളാഹിനെ കാണാത്ത കണ്ണുമായി, പരിശുദ്ധ നബിയെ കേൾക്കാത്ത കാതുമായി, പരിശുദ്ധ നബി പറഞ്ഞ കാര്യങ്ങൾ തന്നെ ലൈവായി ചിന്തിക്കാൻ പര്യാപ്തമാവാത്ത ഹൃദയമായി ഇങ്ങനെ ജീവിക്കാൻ അയാളിങ്ങനെ പറഞ്ഞൊരു വരിയുണ്ട്. 14 നൂറ്റാണ്ട് പിമ്പെന്തിനേ പാരിൽ ഞാൻ പാപി പിറന്നു വീണോ, പുണ്യാ റസൂലിൻ്റെ പദപങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീണോ. പങ്കജം എന്ന് പറഞ്ഞാൽ താമര, കമലം, അരവിന്ദം, ജലജം, സലിജം എന്നൊക്കെ പറയുന്ന മനോഹരമായ ഒരു പദമാണത് പങ്കജം. റസൂലുള്ളാഹിന്റെ പദപങ്കജം, റസൂലുള്ളാഹിന്റെ മനോഹരമായ കാൽപാദം. ആ കാൽപാദം പതിയാത്ത മണ്ണിൽ എന്തിനാണ് അല്ലാഹുവേ പരിശുദ്ധ നബിയെ വഫാത്താക്കിയതിൻ്റെ ശേഷം 1400 വർഷങ്ങൾ കഴിഞ്ഞതിൻ്റെ ശേഷം എന്നെ ജനിപ്പിച്ചത് എന്തിനാണ് തമ്പുരാനെ? ഇതിന് പകരം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന 1400 വർഷങ്ങൾക്ക് മുമ്പ് ജനിക്കേണ്ട ഒരു ഭ്രൂണമായി ഏതോ ഒരു മാതാവിൻ്റെ വയറ്റിൽ എന്നെ കൊണ്ടുപോയി കുടിയിരുത്തി കൂടായിരുന്നോ തമ്പുരാനേ? അള്ളാഹുവിനോട് നിരാശ പറയാനൊരു മനുഷ്യൻ, റസൂലുള്ളാഹിനെ വായിച്ചു പോയ മനുഷ്യൻ, റസൂലുള്ളാഹിനെ അടുത്തറിഞ്ഞു പോയ മനുഷ്യൻ, അള്ളാഹിൻ്റെ ഹബീബിനെ പ്രേമിച്ചു പോയ മനുഷ്യൻ പരിശുദ്ധ റബ്ബിനോട് പരാതി പറയാൻ. എന്നിട്ട് അദ്ദേഹം പറയാണ്, അള്ളാഹുവേ എനിക്കിനി എന്നൊരു മനുഷ്യനാക്കാനുള്ള മനസ്സില്ലെങ്കിൽ എനിക്ക് നിർബന്ധമൊന്നുമില്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു മനുഷ്യനായി പിറക്കണം എന്ന് ഞാൻ വാശി പിടിക്കുന്നില്ല. മുസ്തഫാന്റെ നാട്ടിൽ, മുസ്തഫാന്റെ കാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വീട്ടിൻ്റെ മുറ്റത്ത് തളിർത്ത ഒരു മുന്തിരി വള്ളിയായിട്ടെങ്കിലും എന്നെ പടച്ചുകൂടായിരുന്നോ തമ്പുരാനെ? അതെന്തിനാണ് എന്നല്ലാഹു ആ കവിയോട് ചോദിക്കുന്ന പോലെ കവി തന്നെ സങ്കല്പിക്കുകയാണ്. അപ്പൊ കവി തന്നെ മറുപടി പറയുകയാണ്, അങ്ങനെയെങ്കിൽ മദീനയിലൂടെ കടന്നു വരുന്ന മന്ദമാരുതൻ ശറഫാക്കപ്പെട്ട എൻ്റെ ഹബീബിൻ്റെ ഭൂമേനി തൊട്ട് കഴിഞ്ഞാൽ, ഭൂമുഖവാതിൽക്കലൂടെ ആ കാറ്റ് പുറത്തേക്ക് വന്നാൽ, അവിടുത്തെ മുറ്റത്ത് തളിർത്ത് പന്തലിച്ച മുന്തിരി വള്ളിയാകുന്ന എൻ്റെ ഭൂമേനിയിൽ, റസൂലുള്ളാഹിന്റെ മേനിയിൽ തൊട്ട കാറ്റ് എന്നെയും തൊടുമായിരുന്നു. അത് മതിയായിരുന്നു തമ്പുരാനേ. ഇതാണ് ഹബ്ബ്. മുത്തേ റസൂൽ വീട്ടുമുറ്റത്തോരോ മുന്തിരി വള്ളി പാടർപ്പാണെങ്കിൽ, നിത്യവും ആ ദേഹം മുത്തും തന്നൽ എന്നെയും തഴുകി തണുപ്പിച്ചേനേ. ഇനി അതുമല്ലെങ്കിൽ എന്നൊരു ഒട്ടകമാക്കിയാൽ മതിയായിരുന്നു, എന്നാലും എനിക്കൊരുപാട് ചെയ്യാമായിരുന്നു. ഒട്ടേറെ ദൂരം നടക്കാനൊക്കും ഒട്ടകമായി പിറന്നുവെങ്കിൽ, താമര തോൽക്കുന്ന ത്വാഹതൻ്റെ തളിർമേനി തോളിൽ വഹിച്ചേനെ ഞാൻ, ഭാരം ചുമന്ന് തളർന്നേനെ ഞാൻ, ബദറിൽ ശരങ്ങൾ തടുത്തേനെ ഞാൻ. അല്ലാഹുവേ, മദീനയിലെ മുസ്തഫാന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടുപടിക്കൽ തളിർത്ത് പന്തലിച്ച മുന്തിരിയാകാൻ ആക്കാൻ നിനക്ക് മനസ്സില്ല എങ്കിൽ, അല്ലാഹുവേ, മദീനയുടെ സൈകത പരപ്പിലൂടെ പുളിരപ്രാന്ത പ്രദേശങ്ങളിലൂടെ മേഞ്ഞു നടക്കുന്ന മിണ്ടാപ്രാണിയായ ഒട്ടകമായിട്ടെങ്കിലും എന്നെ മാറ്റിക്കൂടായിരുന്നോ തമ്പുരാനെ? ഏതെങ്കിലും കാലത്തല്ല, രാജാവിൻ്റെ കാലത്ത്, മുഹമ്മദ് മുസ്തഫാന്റെ കാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയെങ്കിൽ ഞാൻ ചെയ്യുന്ന പണി എന്താണ്? ആയിരക്കണക്കിന് ഒട്ടകങ്ങൾക്കിടയിൽ ബദറിന്റെ മണ്ണിലേക്ക് ധർമ്മസമരത്തിന് വേണ്ടി ചട്ടം കെട്ടുന്ന പരിശുദ്ധ നായകൻ യുദ്ധത്തിന് വേണ്ടി വാഹനം തിരയുമ്പോൾ
വരുമ്പോ ഓടിക്കതച്ചിട്ട് പരിശുദ്ധ റസൂലുള്ളാന്റെ പാദാരവിന്ദങ്ങളക്കടയിൽ താമരപ്പൂക്കളാകുന്ന പരിശുദ്ധ കാലുകൾക്ക് കീഴെ ഞാൻ എൻ്റെ മുതുക് താഴ്ത്തി കൊടുത്തേനെ തമ്പുരാനെ. റസൂലുള്ളാന്റെ ഭാരം മുഴുവൻ ഞാൻ പേറിയേനെ തമ്പുരാനെ. എന്ന് മാത്രമല്ല, ബദറിൽ ശരങ്ങൾ തടുത്തേനെ ഞാൻ. ബദറിൽ നിന്ന് ഉത്ബത്തിന്റെ, ശൈബത്തിന്റെ, വലീദിന്റെ, ഖുറൈശികളുടെ കൊലകൊമ്പന്മാരുടെ അസ്ത്രങ്ങൾ, കൂരമ്പുകൾ പരിശുദ്ധ നായകനെ കൊല്ലാൻ വേണ്ടിയിട്ട് തൊടുത്തു വിടുമ്പോ നായകന്റെ മേനിയിൽ തട്ടാതെ നായകന്റെ കവചമായി എൻ്റെ മാറിടം കൊണ്ട് ഞാൻ അതിനെ പ്രതിരോധിച്ചേനെ തമ്പുരാനേ. അതാണ് وإن كان ذنبي حب آل محمد فذلك ذنب لست عنه أتوب. നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഘട്ടത്തിൽ പാടിപ്പോയ പാട്ടാണിത്. അറേബ്യൻ ഭാഷയിൽ വിരചിതമായ കവിതാശകലമാണിത്. ലഇൻ കാന ദംബി ഹുബ്ബ ആലി മുഹമ്മദി. ആ പറയപ്പെട്ട മുഹമ്മദ് മുസ്തഫാന്റെ കുടുംബത്തെ സ്നേഹിച്ചതാണ് ഇദ്രീസു ശാഫി ചെയ്തു പോയ തെറ്റെങ്കിൽ ഫദാലിക ദംബുൽ ലസ്തു അൻഹു അതൂബു. ഞാൻ തൗബ ചെയ്യാൻ മനസ്സ് കാണിക്കാത്ത ഒരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റായിരിക്കും പരിശുദ്ധ മുസ്തഫാന്റെ കുടുംബത്തെ അഹ്ലു ബൈത്തിനെ പ്രേമം വെച്ചു എന്നുള്ള തെറ്റ്. അഹ്ലു ബൈത്തിനെ പ്രേമിക്കൽ തെറ്റാണ് എന്ന് വിശ്വസിച്ചു പോയ ഒരു തലമുറ മുളപൊട്ടിയപ്പോഴാണ് നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ലോകത്തോട് ഇതൊരു കവിത പോലെ വിളംബരം ചെയ്തത്. നമ്മൾ ചിന്തിക്കണം, അത്രയും വലിയ പ്രൗഢിയുടെ പാരമ്പര്യത്തിൻ്റെ ശാലീന സുന്ദരമായ ഒരു പ്രവാഹം പോലെ ഒരു മതസംവിധാനത്തിൻ്റെ അകത്ത് അച്ചടക്കമുള്ള കുഞ്ഞാടുകളെ പോലെ നമ്മൾ നടന്നു പോവുകയാണ്. നമുക്കിടയിൽ ഛിദ്രത പാടില്ല, നമുക്കിടയിൽ അനൈക്യം പാടില്ല, നമുക്കിടയിൽ വിഷവിത്തുകൾ പാടില്ല. പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് പറഞ്ഞു കൊടുത്തു സ്വഹാബത്തിനോട്, എന്തിനാണ് ജമാഅത്ത് നമസ്കാരം നമ്മൾ കൊണ്ടുവന്നത്? ഒറ്റക്ക് ഒരാൾ വീട്ടിൽ നിന്ന് നിർവഹിക്കുന്ന മുൻഫരിദായ നിസ്കാരത്തിന്റെ 27 ഇരട്ടി പ്രതിഫലം എന്തിനാണ് പള്ളിമേടയിലുള്ള ജമാഅത്ത് നിസ്കാരത്തിന് ഉടമസ്ഥനായ തമ്പുരാന് കൊടുത്തത്? അത് സംഘടിത ഭാവമാണ്. സൊഫ് കെട്ടുമ്പോ ഇമാം വലതുഭാഗത്തും ഇടതുഭാഗത്തും ബാക്കിലുള്ള ആളുകൾക്കിടയിലേക്ക് മെല്ലൊന്ന് തിരിഞ്ഞു നോക്കി, എന്നിട്ട് പറയാൻ സുഫൂഫക്കും വഅസദ്ദുൽ ഖലൽ ഫഇന്ന തസ്വിയത സുഫൂഫി മിൻ തമാമിസ് സ്വലാത്ത്. മദീന മുനവ്വറയുടെ മസ്ജിദ് നബവിയുടെ മിഹ്റാബിലേക്ക് 10,000 സ്വഹാബത്തിന് ഇമാമായിട്ട് നിൽക്കുന്ന നായകൻ ചെയ്ത സുഹൃതം പോലെയുള്ള ഒരു ചര്യയാണിത്. സുഫൂഫക്കും സ്വഹാബ, നിങ്ങളെ മടമ്പൊന്ന് തട്ടി നിൽക്കട്ടെ, നിങ്ങളുടെ ചുമലുകൾ ഉരസട്ടെ, നിങ്ങൾക്കിടയിൽ വിടവുകൾ വരാതിരിക്കട്ടെ. വസദ്ദുൽ ഖലൽ, നിങ്ങൾക്കിടയിലെ വിടവുകൾ നിങ്ങൾ നികത്തണം. നിങ്ങൾക്കിടയിൽ സഫ് കെട്ടുന്നിടത്ത് വിടവ് വന്നാൽ അവിടെ ഇബ്ലീസുൽ ലഈൻ വന്നിട്ട് വരി നിൽക്കും. നിങ്ങളുടെ അഖണ്ഡത നഷ്ടപ്പെടും, നിങ്ങളുടെ ഐക്യഭാവങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെടും. വഅതിമ്മുൽ ഖലൽ ഫഇന്ന തസ്വിയത സുഫൂഫ്, ഇപ്പറഞ്ഞ രീതിയിൽ സഫ് കെട്ടലാണ് മിൻ തമാമിസ് സ്വലാത്ത്, നിസ്കാരത്തിൻ്റെ പൂർത്തീകരണം അവിടെയാണ്. അപ്പം എത്ര സൂക്ഷ്മമാണ് നമ്മുടെ ആചാരങ്ങൾ, എത്ര സൂക്ഷ്മമാണ്. കാഷ്യസ് ക്ലേ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ളൊരു കാരണം പറയുന്നുണ്ട്. മുഹമ്മദ് അലി ക്ലേ, ഈ അടുത്താണ് അദ്ദേഹം ദിവംഗതനായി പോയത്, മരിച്ചുപോയത്. ലോക ഗുസ്തി ചാമ്പ്യൻ താരമാണ്. ഒരു കാലത്ത് പുകിലാറ്റോ എന്നും പറയുന്ന ഒരു ഏറ്റവും വലിയ ഇടിക്കൂട്ടിലെ സിംഹം എന്നാണ് കാഷ്യസ് എന്നറിയപ്പെട്ടിരുന്നത്. കറുത്ത വർഗ്ഗക്കാരനാണ്. ഇടിക്കൂട്ടിൽ ദന്തയുദ്ധത്തിൽ ഏർപ്പെട്ട് മുഷ്ടി ഒന്ന് ചുരുട്ടിക്കഴിഞ്ഞാൽ, കാഷ്യസ് മുഷ്ടി ചുരുട്ടിയാൽ പിന്നെ ശത്രു വാലുമടക്കിയിട്ട് പിന്തിരിഞ്ഞോടുകയല്ലാതെ മറ്റൊരു പോംവഴി അസാധ്യം. ആ കാഷ്യസ് ക്ലേ എന്ന അമേരിക്ക കണ്ട ഏറ്റവും വലിയ ഗുസ്തി താരം ഈ അടുത്താണ് അമേരിക്കയിൽ വെച്ചിട്ട് മെയ്വെതറും പക്യാവോവും തമ്മിലുള്ള ഒരു മൽപ്പിടുത്ത മത്സരം അരങ്ങേറിയത്. മെയ്വെതറും പക്യാവോവും, അതിൽ മെയ്വെതർ ജയിച്ചു. 300 കോടിയായിരുന്നു അതിൻ്റെ പാരിതോഷികം.
300 കോടി രൂപ. ഇടിക്കൂട്ടിലെ 2 സിംഹങ്ങൾ തമ്മിൽ ദ്വന്ദ്വയുദ്ധത്തിൽ ഏർപ്പെട്ട് മൽപ്പിടുത്തം നടത്തി അവസാനം വിജയശ്രീലാളിതനായവനെ ജഡ്ജി കരമുയർത്തിയിട്ട് അഭിവാദ്യം ചെയ്തപ്പോൾ ലോകം മുഴുവൻ കരഘോഷം മുഴക്കിയിട്ടതിനെ എതിരേറ്റപ്പോൾ ഇടിക്കൂട്ടിലെ സിംഹം പക്യാവോവെ മലർത്തിയടിച്ച മെയ്വദറിന് കിട്ടിയത് 300 കോടിയുടെ രത്നമടങ്ങിയ സംഖ്യയാണ്. നമ്മൾ ചിന്തിക്കണം. അപ്പം അത്രമേൽ ലോകം ഉറ്റുനോക്കുന്ന ഒരു കായിക വിനോദം, ആ കായിക അഭ്യാസത്തിൽ ഇടിക്കൂട്ടിലെ പുലിക്കുട്ടി എന്ന് പേരുള്ള അന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ മെയ്വെതറും പക്യാവും ഒക്കെ വാങ്ങാത്ത ഒരു സമ്മാനം വാങ്ങിയ മനുഷ്യനാണ് ക്യാഷ്യസ് ക്ലേ. പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുഹമ്മദ് അലി ക്ലേ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയ പുകിലാറ്റോ എന്ന് പറയുന്ന ആ മനോഹരമായ ഒരു അദ്ദേഹത്തിൻ്റെ ഷീൽഡ് ഉണ്ടായിരുന്നു, സ്വർണ്ണ മെഡൽ. ആ സ്വർണ്ണ മെഡൽ ഓഹിയോ നദിയുടെ മുകളിൽ ഇങ്ങനെ നിന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ ഇത് വലിച്ചെറിയാനും തയ്യാറാണ്. ഇറ്റ് ഹാസ് ലോസ്റ്റ് ഇറ്റ്സ് പവർ. മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി അതാണ്, ഇറ്റ് ഹാസ് ലോസ്റ്റ് ഇറ്റ്സ് പവർ. എൻ്റെ പുകിലാറ്റോക്ക് അതിൻ്റെ പവർ നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആളുകൾ ചോദിച്ചു, നിങ്ങൾ വളരെ ഭവ്യതയോടുകൂടെ വളരെ ആദരപുരസരം നിങ്ങളുടെ വീടിൻ്റെ ശീതീകരിച്ച റൂമിൻ്റെ ചില്ലുമേടയിലെ അലമാരിയുടെ ഉള്ളിൽ എത്ര ആദരപുരസരമാണ് നിങ്ങൾ ആ ഷീൽഡ്, ആ മെഡൽ കൊണ്ടുപോയി വെച്ചത്. എന്നിട്ട് ഇപ്പം നിങ്ങൾ പറയാൻ ഇറ്റ് ഹാസ് ലോസ്റ്റ് ഇറ്റ്സ് പവർ, അതിൻ്റെ ശക്തി അതിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആളുകൾ ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രതിവചനം ക്യാഷ്യസ് ക്ലേ എന്ന മുഹമ്മദ് അലി ക്ലേ പറഞ്ഞെന്താ, ഇന്നെൻ്റെ കയ്യിൽ അതിനേക്കാൾ വിലപിടിപ്പുള്ള ഒരു മെഡൽ കിട്ടിയിട്ടുണ്ട്. അത് ചൂഴ്ന്നന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, കറുത്തവർഗക്കാരനും വെളുത്തവർഗക്കാരനും ഉന്നതനും അധസ്ഥിതനും അഭ്യസ്തവിദ്യനും വിവരമില്ലാത്തവനും പണ്ഡിതനും പാമരനും രാജാവിനും പ്രജയ്ക്കും അവർണനും സവർണനും ഒരുപോലെ കടന്നു വരാനുള്ള ഇടം, ഫർണിച്ചർലെസ്, ഒരു ഫർണിച്ചർ പോലുമില്ലാത്ത വലിയ വലിയ രാഷ്ട്രീയക്കാരൻ കയറി വന്നാൽ അവൻ സോഫാ സെറ്റിൽ ഇരുന്നിട്ട് നിസ്കാരത്തിന് തക്ബീർ കെട്ടട്ടെ. ഒരു സ്ഥലത്തും അങ്ങനെ ആഹ്വാനമില്ല. വരുന്നവർ കയറാം, വരുന്നവർക്ക് മുഴുവൻ സൊഫ്, ഇന്നാലിന്ന ആൾക്ക് ഇന്ന ഭാഗം ഇല്ല, നിശ്ചയിക്കപ്പെടാത്ത ഒരു ഇടം. അമേരിക്കയിലെ നിസ്കാര പള്ളിയിൽ ഇതുപോലുള്ളൊരു മനോഹരമായ പള്ളിയുടെ അകത്ത് ഹയ്യ അലസ് സ്വലാ, നിസ്കാരത്തിലേക്ക് കടന്നു വരൂ എന്നൊക്കെ ഒരുപാട് ആളുകൾ ഈ രീതിയിൽ വർത്തമാനകാലത്ത് ഇസ്ലാമിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരിവർത്തനങ്ങളാണ് ലോകം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളുകളുടെ മനസാക്ഷി മരവിച്ചു പോയിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരുപാട് ശ്ലാഘനീയമായ തെളിവുകൾ നമ്മൾ സമക്ഷം പ്രത്യക്ഷപ്പെട്ടതിൻ്റെ കൂട്ടത്തിൽ ഒടുക്കത്തെ തെളിവാണ് ഹം നിഫ്രത് കെ ബാസാർ മേ मोहब्बत के दुकान खोलेंगे. आज कर्नाटक में निफरत के बाजार में मोहब्बत के दुकान खोला गया. അവിടെ 84% നമ്മുടെ സഹോദര മതസ്ഥരായ ഹൈന്ദവനാണ്. കർണാടകയിലെ 84% വരുന്ന ആ കർണാടക സംസ്ഥാനത്തിൻ്റെ പൾസ് നിർണയിക്കാൻ അവകാശപ്പെട്ട 84% വരുന്ന ഭൂരിപക്ഷ ഹിന്ദു തീരുമാനിച്ചു, ഹിജാബ് വിവാദം ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ടിപ്പുവിനെ വിവാദ നായകനാക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഞങ്ങളും ഞങ്ങളുടെ സഹോദര മതസ്ഥരായ മാപ്പിളമാരും ഏക ഉദര സഹോദരങ്ങളെപ്പോലെ തോളോട് തോള് ചേർന്ന് ജീവിച്ചവരാണ്. അവരെ ഇങ്ങനെ വേർപ്പെടുത്താനുള്ള ഹീനമായ വർഗീയതയുടെ കാർഡെടുക്കുന്ന ഈ നിഗൂഢമായ ശ്രമമുണ്ടല്ലോ, അത് കർണാടകയുടെ മടിത്തട്ടിൽ വില പോകില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ നഗ്നപാദങ്ങളിൽ ടാർഗന്ധമേറ്റിയിട്ട്, അല്ലാതെ ഓൾസ് റോൾസിൻ്റെ റോഡിൻ്റെ ഡോറിൻ്റെ സൈഡിൽ നിന്നിട്ട് ഒരുപാട് അംഗരക്ഷകരുടെ അകമ്പടിയോടുകൂടെ പൊതുജനങ്ങൾക്ക് സല്യൂട്ട് കൊടുത്തിട്ടല്ല, വെയിൽ കൊണ്ട് മഴ കൊണ്ടിട്ടൊരു മനുഷ്യൻ കന്യാകുമാരി മുതൽ കശ്മീരം വരെ നടന്നുപോയപ്പോൾ കശ്മീരിൻ്റെ -ഡിഗ്രിയിലേക്ക് താഴ്ന്നുപോയ തണുപ്പിൻ്റെ ആ വരണ്ടുണങ്ങിയ മൂർധന്യതയിൽ ഒരു മനുഷ്യൻ താടി നീട്ടി വെള്ളരോമങ്ങൾ തലയാട്ടി ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്ക്, ഹം നിഫ്രത് കെ ബാസാർ മേ മൊഹബ്ബത്ത് കെ ദുഖാൻ ഖോലേംഗെ. ഈ വെറുപ്പിൻ്റെ ചന്തയിൽ നമുക്ക് സ്നേഹത്തിൻ്റെ മധുര നാരങ്ങ മുട്ടായി കൊടുക്കണ ഒരു ചെറിയ പെട്ടിക്കടെങ്കിലും തുടങ്ങി. കർണാടകയിലെ എല്ലാവരും എവരിബഡി ഏറ്റെടുത്തു. അത് നിങ്ങൾ നോക്കൂ, സഞ്ചാരത്തിൻ്റെ ദിശ നിർണയിക്കുന്ന വഫൗഖ തഖ്ദീരിനാ ലില്ലാഹി തഖ്ദീറു, ലില്ലാഹി തഖ്ദീറു.
ആ റബ്ബിന്റെ മുമ്പിലാണ് നമ്മൾ ഇന്ന് മഗ്രിബിന്റെ ശേഷം പോലും പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. അല്ലാഹുവേ, നിനക്ക് ഭരണത്തിൽ പങ്കുകാരില്ല. ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്. സർവസൈന്യാധിപനാണ് തമ്പുരാനെ. കരസേന നിന്റെ കയ്യിലാണ് തമ്പുരാനെ. വ്യോമസേന നിന്റെ കയ്യിലാണ് തമ്പുരാനെ. നാവികസേന നിന്റെ കയ്യിലാണ് തമ്പുരാനെ. ലഹുൽ മുൽക്ക്, അവനാണ് അധികാരം. അതുകൊണ്ട് അധികാരത്തിന്റെ കസേരയിൽ നിന്ന് ആരെയാണ് പുറത്താക്കേണ്ടത്, ആരെയാണ് അവിടെ ആരൂഢനാക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്ന മാലിക്കുൽ മുൽക്കായ തമ്പുരാനെ. ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. എല്ലാ കാര്യങ്ങൾക്കും കഴിയുന്നവൻ അവനാണ് എന്ന് നമ്മൾ തീരുമാനിച്ചു, എന്ന് നമ്മൾ ദുആ ചെയ്തു, എന്ന് നമ്മൾ ലോകത്തോട് മുഴുവൻ വിളംബരം ചെയ്തു. ഒരുപാട് ശുഭസൂചകങ്ങളിലൂടെ നമ്മുടെ പ്രാർത്ഥനകളൊന്നും വെറുതെയാവാതെ നല്ല രീതിയിൽ മനോഹരമായ ഇന്ത്യ രാജ്യം അതിൻ്റെ പ്രൗഢമായ മതേതര പാരമ്പര്യത്തിലേക്ക് തിരിച്ചു നടക്കുന്ന പ്രത്യാശയുടെ പ്രതീക്ഷയുടെ കിരണങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണികളിൽ മുട്ടിടുന്ന മനോഹരങ്ങളായ ദിവസങ്ങളിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. നമ്മൾ ഇസ്സത്തിന് വേണ്ടി ദുആ ചെയ്യണം. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ ഇതൊക്കെ തീരുമാനിച്ചത് നമ്മുടെ സഹോദര മതസ്ഥനാണ്. അതാണ് ഈ രാജ്യത്തിൻ്റെ സൗന്ദര്യം. ഇതൊക്കെ തീരുമാനിച്ചത് കർണാടകയിലെ 84% വരുന്ന ഹൈന്ദവനാണ്. അപ്പം എന്താണ്, ആളുകൾക്ക് വർഗീയത ഇഷ്ടമില്ല. ഇത് കേരള സ്റ്റോറി എന്തിനിറങ്ങിയതാ ഞാൻ ചോദിക്കട്ടെ. ഗുജറാത്തിൽ ചിലവായി, ഇന്ദ്രപ്രസ്ഥത്തിൽ ഡൽഹിയുടെ മണ്ണിൽ ചിലവായി, ബംഗാളിൽ ചിലവായി, ആസാമിൽ ചിലവായി, മുംബൈയിൽ ചിലവായി, ആസാമിൽ, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ, എല്ലാ സ്ഥലത്തും, മിസോറാമിൽ, മണിപ്പൂരിൽ, ഓരോ സ്ഥലത്തുള്ള കലാപങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. ഇതൊക്കെ വർഗീയതയുടെ ഒരു എന്താ പറയുക, ഒരു സ്ഫോടശക്തി. അതാണ് പിന്നെ എന്താ, ഇന്നമഅളമന്നാരി മബ്ദഉഹാ ശറർ എന്നൊരു ചൊല്ലുണ്ട് അറബിയിൽ. ബ്രഹ്മപുരം തീ പടർന്ന് ആ തീ അണക്കാൻ അതിൻ്റെ ബാക്കിയുള്ള അനന്തര ശുശ്രൂഷകൾക്ക് 14 കോടി രൂപ ചെലവായി. പത്രദ്വാര നമ്മൾ വായിച്ചു. ഞാൻ ചോദിക്കട്ടെ, അതൊരു തീപ്പൊരിയായിരുന്നു, ഒറ്റ തീപ്പൊരി. ആ തീപ്പൊരി കണ്ണിൽപ്പെട്ട ഒരുത്തനെ അത് 14 കോടി പോയിട്ട് 5 പൈസയുടെ റിസ്ക് ഇല്ലാതെ അവനിട്ട ഹവായി ചെരുപ്പുണ്ടെന്ന് അമർത്തി ചവിട്ടിയാൽ അവിടെ നിന്നിരുന്നു. ഇന്നമഅളമന്നാർ 50-ൽ പരം ഫയർഫോഴ്സ് യൂണിറ്റുകൾ, 100 കണക്കിന് ഫയർഫോഴ്സ് യൂണിറ്റുകളും അപ്പുറത്ത് നാവികസേനയുടെ ഹെലികോപ്റ്ററും വന്നിട്ട് വെള്ളം ജലധാര അനവരതം നിർഗളിച്ചിട്ടും വെള്ളം ഇങ്ങനെ അടിച്ചിട്ട് എന്താ പറയുക, ഈ അഗ്നിസ്ഫുലിംഗങ്ങളെ ശമിപ്പിക്കാൻ ശ്രമിച്ചിട്ടും 14 കോടി രൂപ എത്ര ദിവസം എടുത്തു ആ അഗ്നിസ്ഫുലിംഗങ്ങളൊന്ന് ശമിച്ചു കിട്ടാൻ. അതിൻ്റെ പേരിൽ എത്ര ആളുകൾക്ക് ജീവഹാനി ഉണ്ടായി, അതിൻ്റെ പേരിൽ എത്ര ആളുകൾ ആസ്തമ രോഗികളായി, അതിൻ്റെ പേരിൽ കൊച്ചിയുടെ, പെരുമ്പാവൂരിൻ്റെ, ആലുവയുടെ പരിസര മണ്ഡലങ്ങളിൽ എത്ര ഭീഷണമായ രോഗങ്ങൾ സാംക്രമികമായി തലപൊക്കി. എന്നാൽ ഇന്നമഅളമന്നാർ, ഈ റിസ്കുകൾ മുഴുവൻ ഉണ്ടാക്കിയ തീ പന്തങ്ങളിൽ ഭൂരിഭാഗം ഉണ്ടായത് മബ്ദഉഹ, അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ശററുൻ. ശറർ ഒരു തീ പന്തല്ല, തീ പൊരി, ഒരു ബീഡി കുറ്റിമ്മലുള്ള സാധനമല്ല. ആ ബീഡി കുറ്റിയാണ്ട് വലിച്ചെറിയുമ്പോൾ അതിൽ നിന്നുണ്ടല്ലോ ചില സ്പാർക്ക് വരുന്നത്. ആ സ്പാർക്കിൽപ്പെട്ട ഒറ്റ സ്പാർക്കായിരുന്നു. അത് കാലുകൊണ്ട് ചവിട്ടിയാൽ നിൽക്കുമായിരുന്നു. ഖലാസ്. നമ്മൾ പലപ്പോഴും എല്ലാ വിഷയങ്ങളിലും ഇത് തന്നെയാണ് കാണുന്നത്, എല്ലാ വിഷയങ്ങളിലും. അപ്പോൾ ഈ വർഗീയതയുടെ ഒരു എന്താ പറയുക, ഒരു ബീഡിക്കുറ്റിയാണ്ട് എറിയുക, അത് ഇൻഫ്ലെയിമബിൾ ആക്കാനുള്ള സാധനങ്ങൾ, പെട്രോൾ പോലെയുള്ള എന്താ പറയുക, കുറച്ച് കാർഡുകൾ ഇറക്കുക. ടിപ്പു അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ചില ആളുകൾ ചരിത്രത്തിൽ ടിപ്പുവിനെ പറ്റി അങ്ങനെ പഠിപ്പിച്ചത് അതൊക്കെ തെറ്റാണ്, ടിപ്പു തീവ്രവാദിയാണ് തിരുത്തി എഴുതുക. ഇത്രകാലമായിട്ടൊരു രാജ്യം കാണാത്ത ഓരോ രാജ്യക്കാരും അവരുടെ മതാനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നു. അപ്പോഴാണ് മുസ്കാൻ എന്ന പെൺപുലി കടന്നു വന്നത്. സാധാരണ ആൺസിംഹത്തിനാണ് ഉണ്ടാകാറുള്ളത്. പക്ഷെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പെൺസിംഹം സടകുടഞ്ഞു. സട എന്ന് പറയുന്ന സാധനം അത് ആൺസിംഹത്തിനുള്ളതാണ്. പക്ഷേ ചരിത്രം അതിനെ തിരുത്തി എഴുതി. സടകുടഞ്ഞ പെൺസിംഹം അതായിരുന്നു മുസ്കാൻ. മുസ്കാൻ പറഞ്ഞു, 100 കണക്കിന് ആളുകൾ അപ്പുറത്ത് തമ്പടിച്ചപ്പോഴും തൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ആത്മീയ ഭാവത്തിൽ നിന്ന് ഉയർക്കൊണ്ട ഒരു തക്ബീറിൻ്റെ ശബ്ദം അവിടെ മുഴങ്ങി. അതിൻ്റെയൊക്കെ അലയൊലികളാണ് നമ്മൾ ഇന്ന് ആസ്വദിച്ചതിപ്പോൾ. എന്തേ,
84% വരുന്ന ഹൈന്ദവൻ മനസ്താപത്തിലായിരുന്നു. അപ്പോൾ ഈ കാർഡ് ഇറക്കാൻ അപ്പോസ്തലന്മാരായ കുറച്ച് ആളുകളെ തീരുമാനിക്കാൻ. ഇതൊക്കെ ഹിറ്റ്ലറിൻ്റെ മന്ത്രിസഭയിലുണ്ടായിരുന്ന നഗ്നമായ സത്യങ്ങളാണ്. ഹിറ്റ്ലർ അതായിരുന്നു ചെയ്തത്. അദ്ദേഹത്തിന് നീതി ചെയ്യാൻ കഴിയില്ലായിരുന്നു. മൈൻ കാഫ് എന്ന് പറയുന്ന പുസ്തകം ജയിലിൽ വെച്ചിട്ടല്ലേ തൻ്റെ ആത്മകഥ ഹിസ്റ്ററി എഴുതിയത്. എന്നാൽ ഹിറ്റ്ലർ ലോകം കണ്ട ഏറ്റവും വലിയ പ്രഭാഷകനായിരുന്നു. അന്നത്തെ കാലത്ത് മൻ കി ബാത്ത് നടത്തുന്ന ആളായിരുന്നു ഹിറ്റ്ലർ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ലോകം കണ്ട പ്രഭാഷകൻ. ആ ഹിറ്റ്ലർ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞത് അറിയോ? ഞാൻ ചരിത്രത്തിലുടനീളം ഈ ഞാനുണ്ടല്ലോ, ഈ ഞാൻ ജയിലിലായത് കൊണ്ടാണ് എൻ്റെ ആത്മകഥയാകുന്ന മൈൻ കാഫ് പുസ്തക രൂപത്തിലാക്കിയത്. ഞാനെങ്ങാനും ജയിലിൻ്റെ വെളിയിൽ ജനങ്ങൾക്കിടയിലായിരുന്നു എങ്കിൽ ഓരോ ആഴ്ചയും ഓരോ സ്ഥലങ്ങളിൽ റാലി വിളിച്ചുകൂട്ടി ഞാൻ അവർക്ക് മുമ്പിൽ അത് പ്രഭാഷണം നടത്തി അവരുടെ ഹൃദയങ്ങളിലേക്ക് പ്രതിഫലിപ്പിക്കുമായിരുന്നു എന്നും പറഞ്ഞത് ഹിറ്റ്ലറാണ്. ആ ഹിറ്റ്ലറിൻ്റെ മന്ത്രിസഭയിൽ ഒരു വകുപ്പ് കൈകാര്യം ചെയ്ത ആളായിരുന്നു ആര്? നമ്മൾ പറയാറുണ്ട്, സാധാരണ പറയാറുണ്ട് ഗീബൽസിയൻ നുണ. എന്നാൽ ഗീബൽസ് എന്ന് പറയുന്നത് ഹിറ്റ്ലറിൻ്റെ മന്ത്രിസഭയിൽ ഈ നുണ കൈകാര്യം ചെയ്യാൻ മാത്രം ചുമതലപ്പെട്ട, അതിന് മാത്രം ഏൽപ്പിക്കപ്പെട്ടിരുന്ന ഒരു വകുപ്പ് മന്ത്രിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം അതിൽ അഗ്രഗണ്യനായിരുന്നു, അഗ്രേസരനായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു പാളിച്ച സംഭവിച്ചാൽ 100 നുണ കൊണ്ട് അത് പൊതിഞ്ഞ് വെള്ള പൂശുക എന്ന് പറയില്ലേ, ഈ വെള്ള പൂശണ എന്തിനാണ്? ആക്ച്വലി ഇതിൻ്റെ കളർ അതല്ല, കാണുന്നൊരു വെള്ളയെന്ന് കരുതട്ടെ. അപ്പം ആന്തരികം കെട്ടിട്ടുണ്ട്, അകത്ത് കത്തി പുറത്ത് പത്തി, അകത്ത് കത്തി പുറത്ത് പത്തി. അപ്പം ഇത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഗീബൽസിനെ ഹിറ്റ്ലർ കൊണ്ടുവന്നത്. ഈ ഗീബൽസ് മന്ത്രിസഭയിലേക്ക് വന്നതോടുകൂടെ പിന്നെ ഗീബൽസാണ് ചട്ടങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ളത്. നിങ്ങൾ കലാപം നടത്തേണ്ട സ്ഥലത്ത് പോയി കലാപം നടത്തിക്കോ. മാധ്യമങ്ങൾ വരുമ്പോൾ നമ്മൾ കൃത്യമായി ആ കലാപം ഉണ്ടാകാനുള്ള കാരണങ്ങൾ വേറൊരു രീതിയിൽ എഴുതി വെക്കുന്നു, വേറൊരു രീതിയിൽ. അപ്പം എന്താണ്, നേരെ ഡയറക്റ്റ് പോയിട്ട് ഷൂട്ട് ചെയ്യാൻ. പക്ഷേ ഇതിനു വേണ്ടി ഗീബൽസ് എഴുതി വെച്ച തിയറി എന്ന് പറഞ്ഞാൽ ഗ്രാമനിവാസികളായ കുറച്ച് ആളുകൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു എന്നായിരിക്കും. ചരിത്രത്തിലേ സംഭവിച്ചിട്ടില്ല അങ്ങനെ ഒരു സാധനം. അങ്ങനെ സോളിഡ് എവിഡൻറ്റുകൾ ഉണ്ടാക്കുക, ഇതിനാണ് ഗീബൽസിയൻ തിയറി എന്ന് പറയാ. അവസാനം അതൊരു പ്രയോഗമായി മാറി. എന്നാൽ ഈ ഗീബൽസിനെ വെച്ചിട്ട് മാത്രം ജനങ്ങളെ ജയിച്ചടക്കിയ ആളാണ് ഹിറ്റ്ലർ. ആ ഹിറ്റ്ലറിന് അവസാനം ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്നാണ് ചരിത്രം പഠിപ്പിച്ചത്. ലോകത്തിനൊരു കാവ്യനീതിയുണ്ട്, ലോകത്തിന് കാവ്യനീതിയുണ്ട്. ഇംഗ്ലീഷിൽ പോയറ്റിക് ജസ്റ്റിസ് എന്ന് പറയും. ഈജിപ്തിൽ വല്ലാണ്ട് പഴക്കൊന്നും ആയിട്ടില്ല, കുറച്ച് മുമ്പ് ഒരു യുവാവിനെ കൊന്ന ഒരു പ്രതിയെ സാക്ഷി വിസ്താരത്തിന് വേണ്ടി കൊണ്ടുവന്നു. അവസാനം അദ്ദേഹത്തിനും വക്കീലുമാർ, ഇദ്ദേഹത്തിനും വക്കീലുമാർ. അപ്പോൾ ഒരാളെ കൊല ചെയ്തതാണ് ഇവൻ്റെ കുറ്റം. അവസാനത്തെ വിധി പ്രസ്താവത്തിൻ്റെ ദിവസം സുപ്രീം കോടതിയിൽ വരികയാണ് ജഡ്ജ്, വിധി പ്രസ്താവം നടത്താൻ പോവാൻ. അപ്പോൾ കൊല്ലപ്പെട്ട യുവാവിൻ്റെ ഉമ്മയും വന്നിട്ടുണ്ട്, ഇപ്പുറത്ത് പ്രതിയായ കൊലപാതകം നടത്തിയ കൊലയാളിയും വന്നിട്ടുണ്ട്, കൊലയാളിയുടെ കുടുംബക്കാരും വന്നിട്ടുണ്ട്. 2 വിഭാഗം കുടുംബങ്ങളും കോടതിയുടെ 2 ഭാഗത്ത് തടിച്ചുകൂടി നിൽക്കാൻ. പ്രതിയെ വിസ്തരിച്ചു കഴിഞ്ഞു. അവസാനം കോടതിയുടെ വിധി പ്രസ്താവം വരിക. കോടതി നിരീക്ഷിച്ചിട്ട് പറഞ്ഞെന്താ അറിയോ? ഇവനാണ് ഈ മാതാവിൻ്റെ മകനെ കൊന്നത് എന്നതിന് കോടതിയുടെ മുമ്പിൽ വ്യക്തമായ കോൺക്രീറ്റ് എവിഡൻറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ പ്രതിയെ നമ്മൾ വെറുതെ വിട്ടിരിക്കുന്നു. ഭയങ്കര കരഘോഷം മുഴക്കിയിട്ടാണ് ഈ പ്രതിയുടെ കുടുംബങ്ങളൊക്കെ തന്നെ കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്നാണ്. ആ കോടതിയിൽ നിന്നാണ്ട് ഇറങ്ങി കോടതിയുടെ വരാന്തയിൽ വെച്ചിട്ട് കൊല്ല ചെയ്യപ്പെട്ട മയ്യിത്തായി പോയ ഇവൻ്റെ കരങ്ങളാൽ മരണം വരിക്കേണ്ടി വന്ന മകൻ്റെ ഉമ്മ കോടതിയിലുണ്ടായിരുന്നല്ലോ. ആ ഉമ്മ വന്നാണ്ട് ഈ പ്രതിയുടെ മുഖത്ത് നോക്കിയിട്ട് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, മോനെ, എൻ്റെ മോനെ കൊന്നത് നീയാണ്. പക്ഷെ കോടതിക്ക് തെളിവ് കിട്ടാത്തതുകൊണ്ട് നിന്നെ വെറുതിട്ടു. ഈ കോടതി നിന്നെ വെറുതെ വിട്ടേക്കാം, പക്ഷെ നീ കരുതുന്നുണ്ടോ ദൈവത്തിൻ്റെ കോടതി നിന്നെ വെറുതെ വിടുമെന്ന്? അതൊരിക്കലും നീ നനക്കണ്ട. ഇത് കൊല ചെയ്യപ്പെട്ട ഒരു മകൻ്റെ മനസാക്ഷി തകർന്നു പോയ ഒരു മാതാവിൻ്റെ വിധി പ്രസ്താവമാണ്. ഈ 2 വിഭാഗത്തിൻ്റെ കാറ് കോടതിയുടെ അപ്പുറത്താണ് പാർക്ക് ചെയ്തിരുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു ഹൈവേ റോഡാണ്, ശരവേഗതയിൽ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു വരുന്ന റോഡാണ്. അപ്പോൾ ഇവരും എൻ്റെ ബന്ധുക്കളൊക്കെ, ഈ പ്രതിയുടെ ബന്ധുക്കളൊക്കെ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ പ്രതിയുടെ ബന്ധുക്കളൊക്കെ വളരെ റിലാക്സ് ആയിട്ട് റോഡ് മുറിച്ച് കിടന്നു. പ്രതിയും അങ്ങനെ ഓടാൻ വേണ്ടി പകുതി ഓടി. പക്ഷേ ഈ മാതാവ് പറഞ്ഞ വാക്കുണ്ടല്ലോ, ഇവൻ അറിയല്ലോ ഇവൻ തന്നെയാണ് ഈ ഉമ്മാൻ്റെ മോനെ കൊന്നത്. അതിൻ്റെ കൂടെ ഈ ഉമ്മ പറഞ്ഞ ഇരട്ടക്കുഴൽ തോക്കുള്ള വാക്കുണ്ടല്ലോ,
ആ വാക്ക് കൂടി അവൻ്റെ കാലിനൊരു ഭാരമായി മാറി. അവന് തോന്നി എൻ്റെ കാലാരോ പിടിച്ചു വെക്കുന്നുണ്ട്. അവനെ ഓടി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ശരവേഗതയിൽ വന്ന ഒരു കാറ് ഇടിച്ചിട്ട് തൽക്ഷണം ചോര ഒലിച്ച് എല്ലാവരെയും മുമ്പിൽ വെച്ചിട്ട് ലൈവായിട്ട് അവൻ മരിക്കാൻ. ഇതിൽ വാദിയുടെ കുടുംബമുണ്ട്, പ്രതിയുടെ കുടുംബമുണ്ട്, വിധി പ്രസ്താവന നടത്തിയ ജഡ്ജുണ്ട്, കോടതിയിലെ വക്കീലന്മാർ, ഉദ്യോഗസ്ഥന്മാർ ഒക്കെ ഉണ്ട്. ഇതിനാണ് കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പറയാറുള്ളത്. കാലം ഒന്നും വെറുതെ വെക്കാറില്ല. നമുക്കു നാമേ പണിവതു നാഗം നരകവും അതുപോലെ. മലയാളത്തിലൊരു ചൊല്ല് കവിതയാണത്. നമുക്കു നാമേ പണിവതു നാഗം നരകവും അതുപോലെ. നമിക്കിലുയരാം നടുകിൽ തിന്നാം നൽകുകിൽ നേടിയിടാം തനിക്ക് താനും പുരക്ക് തൂണും. നമുക്കു നാമേ പണിവതു നാഗം. നമുക്കുള്ള സ്വർഗം ഉണ്ടാക്കുന്നത് നമ്മളാണ്, നരകവും അതുപോലെ. നമ്മുടെ നരകവും നമ്മളാണ്. ഒരു ഘട്ടത്തിൽ പരിശുദ്ധ നബിയുടെ മുമ്പിൽ വന്നിട്ട് സ്വഹാബി ചോദിച്ചു, നബിയെ എനിക്ക് സ്വർഗത്തേക്ക് പോകണം, എന്താണ് ഞാൻ ഏത് വാതിലിലൂടെയാണ് സ്വർഗത്തിലേക്ക് കയറേണ്ടത് നബിയെ? സ്വർഗത്തിന് ഒരുപാട് വാതിലുകളുണ്ടല്ലോ. പരിശുദ്ധ നായകൻ കൊടുത്ത മറുപടി, നീ സ്വർഗത്തിന്റെ പ്രധാന കവാടത്തിലൂടെ തന്നെ ഉള്ളിക്ക് കയറാൻ നോക്കണം. സ്വർഗത്തിന് ഒരുപാട് വാതിലുണ്ട്. നമുക്ക് പള്ളിക്ക് കയറുമ്പോൾ പള്ളീൻ്റെ സൈഡിൽ വാതിലുണ്ട്. അതും ആക്സസ് തരുന്നത് ഉള്ളിൽ തന്നെയാണ്, ആ സൈഡിലത്തെ വാതിലൂടെ. പക്ഷെ ഒരു ഔദ്യോഗിക പ്രവേശം എന്ന് പറയുന്നത് അത് പ്രധാന കമാനം, പ്രധാന കവാടമാണ്. നബിയെ, എൻ്റെ സ്വർഗത്തിൻ്റെ പ്രധാന കവാടം എന്താണെന്ന് ചോദിച്ചപ്പം പരിശുദ്ധ നബി കൊടുത്ത മറുപടി, നിന്റെ മാതാപിതാക്കളാണ്. ഒരു കാര്യം കൂടി നീ ശ്രദ്ധിച്ചോ, നിന്റെ നരകത്തിൻ്റെ കവാടങ്ങളും നിന്റെ നരകത്തിൻ്റെ പ്രധാന കവാടവും നിന്റെ മാതാപിതാക്കളാണ്. ഇന്ന് ആഗതനായ അനുചരനോട് ഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പം നമുക്കു നാമേ പണിവതു നാഗം നരകവും അതുപോലെ. അതിനല്ലേ അല്ലാഹു തആല നമ്മളെ ഭൂമിയിൽ ഇങ്ങോട്ട് പടച്ചിട്ട് നമുക്ക് അഖിൽ തന്നു, സ്വബോധം തന്നു അല്ലേ? പ്രകൃതിയിൽ ഗ്രാജുവലി ഡേ ബൈ ഡേ 1 by 1 ആയിട്ട് നമ്മൾ ഓരോ സാധനങ്ങളെ പേര് പഠിച്ചു, ഭാഷ പഠിച്ചു, ആദാന പ്രദാനങ്ങൾ പഠിച്ചു, ചിന്താശേഷി ഉണ്ടായി, മനനശേഷി ഉണ്ടായി, എഴുത്ത് കിട്ടി, വായന കിട്ടി, ചർച്ചകളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. ഇങ്ങനെ എല്ലാം നമുക്ക് അല്ലാഹു തആല നമ്മുടെ സെൻസാണ്. നമ്മളിങ്ങനെ സെൻസർ ചെയ്യാണ് ഓരോ സാധനങ്ങളും. ഇതൊക്കെ തന്നു അല്ലാഹു. ആകെ ഒഴിവ് കഴിവുള്ള ഒരാളാരാ? മാനസിക നില തെറ്റിയൊരു മനുഷ്യനാണ്. നമ്മളെ മുമ്പിൽ ഒരർത്ഥത്തിൽ അവരെ പറ്റിയൊക്കെ നമ്മൾ മുക്കല്ല തക്ലീഫില്ലാത്ത ആൾക്കാർ എന്ന് പറയില്ലേ? ഈ തക്ലീഫില്ലാത്ത മനോനില തെറ്റിയ, മെൻ്റലി ഏതെങ്കിലും രീതിയിൽ ഔട്ടായി പോയ ആൾക്കാരെ പറ്റി ഒരു നിലക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഒരു വെർഷൻ എന്ത് പടച്ചോനെ, അവരെത്ര സ്വർഗസ്ഥരാരാണ്, അവരുടെ മനസ്സ് എന്തൊരു പ്ലഷറിലാണ്. നമ്മൾ കാണുന്ന അവർ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ എത്ര ഹാപ്പിയാണ്. അവർ നോമ്പ് നോൽക്കാത്തതിന് കുറ്റമില്ല, അവർ നിസ്കരിക്കാത്തതിന് കുറ്റമില്ല, അവർക്ക് ലോകത്തെന്തും ചെയ്യാം. ഇതൊക്കെ ചെയ്തിട്ടും നാളെ നിരുപാധികം ഹിസാബില്ലാതെ സിറാത്ത് പാലം കടക്കുന്നതും അവരാണ്. അപ്പം ഈ തക്ലീഫ് നൽകപ്പെട്ട നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എത്ര ചിന്തോദ്ദീപകമാണ്. അഖിൽ തന്നു, ഇഖ്തിയാർ തന്നു, ഇൽമും തന്നു. എന്നിട്ട് അള്ളാഹു തന്നെ നമ്മളോട് പറഞ്ഞു, ഇതൊരു വഴിയാണ്, ഇത് വേറൊരു വഴിയാണ്, യുവർ ചോയ്സ്. അങ്ങനെയാണല്ലോ ഇപ്പോൾ നമ്മളെ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. ആ ദുനിയാവിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ജീവിതങ്ങൾക്കിടയിൽ ഒരുപാട് ശുഭങ്ങളുണ്ടാകും, അശുഭങ്ങളുണ്ടാകും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു കൊണ്ടുവന്നത് അതാണ്, കെട്ടിച്ചമക്കപ്പെട്ട കഥകൾ നമ്മൾ പിറവിയെടുക്കും. അപ്പോൾ കേരളത്തിൽ ഈ സ്പാർക്കുകൾ, ഈ ബ്രഹ്മപുരം തീപ്പൊരികളൊന്നും ചെലവാകാതെ വന്നപ്പോൾ ഇനി കേരളത്തിൽ പണിയെടുത്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ഇതിൻ്റെ ബുദ്ധിജീവികളായ സ്ഥിരാകേന്ദ്രങ്ങൾ നേരെ ബോളിവുഡ് സിനിമയിലെ ഒരു സംവിധായകനെ സമീപിക്കുന്നു, ബോളിവുഡ് സിനിമയിലെ ഒരു നിർമ്മാതാവിനെ സമീപിക്കുന്നു, ആക്ടേഴ്സിനെ സമീപിക്കുന്നു, ആക്ട്രസുമാരെ സമീപിക്കുന്നു. എന്നിട്ട് മനോഹരമായ ഒരു ഉന്തി വീർത്ത കഥയുണ്ടാക്കുകയാണ് ഒരു ഗീബൽസിനെ വെച്ചിട്ട്. എന്താണത്? ദി കേരള സ്റ്റോറി. ഈ കേരളത്തിൽ നേരിട്ട് പോയിട്ടൊന്നും ചെലവാകണില്ല. കാരണം ഹൈന്ദവ സഹോദരങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എതിർപ്പുകൾ നേരിടുന്നത്. അതുകൊണ്ട് കേരളത്തിൽ ഒന്നും ചെലവായില്ലല്ലോ, ഒന്നും ചെലവായില്ല. അവസാനം ഇതിൻ്റെ അപ്പോസ്തലന്മാർ ദി കേരള സ്റ്റോറി ഉണ്ടാക്കി. കേരള സ്റ്റോറിയുടെ പിന്നിലുള്ള കഥകൾ എന്തായിരുന്നു? അജണ്ട എന്തായിരുന്നു?
അത് കൃത്യമായി അവർ അനലൈസ് ചെയ്തു. അപ്പം നമ്മൾ ആലോചിക്കണം, ഇസ്ലാം മുസ്ലിം എന്നുള്ള ഇത്തരം അടയാളങ്ങളെപ്പോലും മറ്റുള്ള മതസ്ഥൻ്റെ മുന്നിൽ കൊണ്ടുപോയി ഭീകരമായി ഒരു ഐഡൻറ്റിറ്റി ആക്കി മാറ്റി. അതിന് മറ്റുള്ള മതക്കാരനെ അത് അംഗീകരിച്ചിട്ട് വേണ്ടേ? കാരണം അവൻ നമുക്കിടയിൽ ജീവിക്കുന്നവനാണ്, നമ്മളെ യഥാതഥ കണ്ടവരാണ്. ഇപ്പം അടുത്ത് നിങ്ങൾ കണ്ടില്ലേ, മലയാളത്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഒരു മുത്തശ്ശി ദിനപത്രത്തിൻ്റെ മഞ്ഞക്കണ്ണട വെച്ച ഓൺലൈൻ പ്രസിദ്ധീകരണം ഇപ്പം അടുത്ത് വന്നു. പാകിസ്ഥാനിലെ ഒരു ഖബറിസ്ഥാനിൽ ഖബറിൻ്റെ മുകളിൽ നല്ല പച്ച പെയിൻ്റൊക്കെ അടിച്ച ഇരുമ്പിൻ്റെ ഒരു എന്താ പറയുക ബലിഷ്ഠമായ ഒരു ഗ്രില്ലിട്ടിട്ട് പൂട്ടിട്ട് അത് ബന്ധാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴെ ഇത് പാകിസ്ഥാനിലെ മുസ്ലിങ്ങളുടെ ഖബറിസ്ഥാനാണ്. എന്തിനാണ് ഇത് അറിയോ? അവിടെ ശവഭോഗം ചെയ്യുന്ന ആണുങ്ങളുണ്ട്, ശവഭോഗം ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്. ആ ഖബറിസ്ഥാൻ്റെ പരിസരങ്ങളിൽ ഒരു സ്ത്രീ നിര്യാണം പ്രാപിച്ചു പോയാൽ അന്ന് രാത്രി വന്നിട്ട് കുഴിമാടം തോണ്ടിയിട്ട് ശവം പുറത്തെടുത്തിട്ട് ശവക്ത ഭോഗിക്കുന്ന കാമഭ്രാന്തന്മാരുണ്ട്. അതുകൊണ്ടാണ് പാകിസ്ഥാനിലെ മുസ്ലിം ശ്മശാനങ്ങളിൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെ പൂട്ടിടേണ്ടത്. അതിൽപ്പെട്ട ഒരു ശ്മശാനത്തിൻ്റെ പൂട്ട് ഞങ്ങൾക്ക് ലഭ്യമായി എന്നും പറഞ്ഞിട്ട് ആ പത്രവാർത്ത വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഉത്തരവാദിത്ത ബോധമുള്ള കേരളത്തിലെ തന്നെ മറ്റൊരു മാധ്യമം ഈ ചിത്രത്തിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ റിയാലിറ്റി എന്താണെന്ന് ഗ്രൗണ്ട് അറിയാൻ വേണ്ടിയിട്ട് ഒരു പഠനം നടത്തിയപ്പോൾ ഇത് സാക്ഷാൽ ഇന്ത്യ രാജ്യത്തെ ഹൈദരാബാദിലെ ഒരു മുസ്ലിം ഖബറിസ്ഥാനിലെ ഫോട്ടോ ആണ്. അതും എന്തിൻ്റെ പേരിൽ? ഇപ്പം ഞങ്ങളിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, തങ്ങളെ പെരയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ചർച്ച ചെയ്തിട്ടുള്ളൂ, നമ്മുടെ നാട്ടിലാണ് ഈ പള്ളിക്ക് മുട്ടിന് ഖബറിസ്ഥാന്, മഹല്ലുകൾക്ക് മുട്ടിന് ഖബറിസ്ഥാന്. ഹൈദരാബാദിലും ബാംഗ്ലൂരിലും ആന്ധ്രയിലൊക്കെ 10 കിലോമീറ്ററും 15 കിലോമീറ്ററൊക്കെ അപ്പുറത്ത് വിശാലമായ വഖഫ് ചെയ്യപ്പെട്ട ശ്മശാന ഭൂമികളുണ്ട്. അവിടെ വണ്ടിയിലാണ് മയ്യത്തിനെ കൊണ്ടുപോവുക, അനുഗമിക്കുന്ന ആളുകളും വണ്ടിയിലാണ് യാത്രയാവുക. അപ്പം അങ്ങനെ റിമോട്ട് ഏരിയയിലൊക്കെ മയ്യത്തിനെ കൊണ്ടുപോയി ദഫന് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ കുഴപ്പമില്ല, കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ മക്കളൊക്കെ ആകുമ്പോൾ ആ ഖബറൊക്കെ ഏതാണെന്ന് അറിയാതെ പോയി. പിന്നെ ആ ഖബറിൽ തന്നെ പരിസരത്ത് നിന്ന് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആ ഖബറിൽ തന്നെ കുഴിച്ചിട്ട് വീണ്ടും വേറൊരു മയ്യത്തിനെ അവിടെ ദഫന് ചെയ്യുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകാതിരിക്കാൻ ഖബറിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഹൈദരാബാദിലെ മുസ്ലിം ഖബർസ്ഥാനിൽ ഈ പച്ച ഗ്രില്ല് വെച്ചിട്ട് പൂട്ടിട്ടത്. ഈ ഫോട്ടോ എടുത്തിട്ട് നേരെ പാകിസ്ഥാനിക്ക് പോയിട്ട് അത് ശവഭോഗമാക്കി മാറ്റണമെങ്കിൽ ഹിറ്റ്ലർ നിയോഗിച്ച ഒരു ഗീബൽസിൻ്റെ പേരക്കുട്ടി ഈ പത്രത്തിൻ്റെ ആഫീസിൽ ഉണ്ടാകട്ടെ. അപ്പോൾ ഇത് അനവരതം ഇങ്ങനെ അതിൻ്റെ ഒരു തരം അലയൊലികൾ പല സ്ഥലങ്ങളിലും നമ്മൾ കാണാൻ. അപ്പോൾ അതൊന്ന് ഈ ഓൺലൈൻ പത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടതൊന്ന്, ദി കേരള സ്റ്റോറി അതിൻ്റെ വേറൊരു വെർഷനാണ്. എത്ര പെട്ടെന്നാണ് കേരളത്തിലെ യുവാക്കൾ, എല്ലാ മതക്കാരുമായ യുവാക്കൾ ഒന്നടങ്കം ഇറങ്ങിയിട്ട് 32,000 പെൺകുട്ടികളെ സിറിയയിലേക്ക് ആടുമേക്കാൻ റിക്രൂട്ട് ചെയ്തിട്ട് IS മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് എന്നുള്ളത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നിടത്ത് വരാ, നിങ്ങൾ ചോദിക്കുന്നത് തരാ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചപ്പോൾ എന്തേ ഒരു മറുപടിയും കിട്ടാതിരുന്ന്? അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ കണ്ടത് എന്താ അറിയോ? 32,000-ൽ നിന്ന് ഇതിൻ്റെ പ്രൊഡ്യൂസറുടെ ട്വിറ്ററിലും ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ വന്നത് വെറും 3 പേർ എന്നാണ്. സെൻസക്സിൽ പോലും ഇത്ര വലിയ ഇടിവ് കാണാറില്ല. ഈ രീതിയിലാണ് 32,000 3ആയി മാറിയത്. ആരോഗ്യകരമായ പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളും ഒരു ഭാഗത്ത് നടന്നു എന്നർത്ഥം. അപ്പം നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് പ്രബുദ്ധത അനിവാര്യാണ്. ഇവിടെ ഒരു ആരാധനാലയമോ ഇവിടെ ഒരു മതകലാലയമോ മുസ്ലിംകളുടേതായി തലപൊക്കിയതിൻ്റെ പേരിൽ നമ്മുടെ സഹോദര മതസ്ഥനൊരു ക്ഷീണം വരെ വിഷമുണ്ടായിട്ടില്ല. നമ്മളെ പള്ളിയുടെ അകത്ത് ചർച്ച ചെയ്തത് നമ്മുടെ സഹോദര മതസ്ഥന് കൂടി നമ്മുടെ പെരുന്നാളിൻ്റെ ഭംഗി കിട്ടണം എന്നാണ്. നമ്മുടെ മതകലാലയത്തിൻ്റെ അകത്ത് ഒരു കുട്ടി പ്രഭാതത്തിൻ്റെ നിഷ്കളങ്കതയിൽ കടന്നു വന്നിട്ട് കിതാബോധി പഠിക്കുമ്പോൾ ഇന്ന് ഇവിടെ കടന്നു വന്ന സയ്യിദുൽ ഉലമയുടെ അനുയായികളായ സമസ്തയുടെ മക്കൾ, വിശാരദന്മാരായ പണ്ഡിതന്മാർ സമസ്തയുടെ മതപാഠശാലയുടെ പുസ്തകത്തിൽ എഴുതി ചേർത്തു, ഹുബ്ബുൽ വത്നി മിനൽ ഈമാൻ, നമ്മൾ പെറ്റുപിറന്ന രാജ്യത്തെ സ്നേഹിക്കൽ വിശ്വാസത്തിന്റെ ഭാഗമാണ് ഹുബ്ബുൽ വത്നി മിനൽ ഈമാൻ.
അതുകൊണ്ട് മദ്രസയിൽ പഠിച്ചുപോയൊരു കുട്ടിയും ഒരു പെറ്റി കേസ് പോലും എഴുതപ്പെടേണ്ടി വന്നിട്ടില്ല, ചേർക്കപ്പെടേണ്ടി വന്നിട്ടില്ല. കാരണം അവൻ നമ്മുടെ മദ്രസയിൽ വന്ന് പഠിച്ചതിൻ്റെ പേരിൽ അവന് ഉണ്ടായത് തിരിച്ചറിവാൻ അയൽവാസിയായ സഹോദര മതസ്ഥനെ എങ്ങനെ പരിഗണിക്കണം എന്നാണ് നമ്മുടെ നബി നമ്മളെ പഠിപ്പിച്ചത് എന്ന് മദ്രസയിലെ ഉസ്താദ് മനോഹരമായ ഭാഷയിൽ ആണും പെണ്ണുമായി നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അകത്ത വീട്ടിൽ വന്നിട്ട് നമ്മുടെ കുട്ടി നമ്മളോട് ചർച്ചയാണ്. അക്രിം ജാറക വലൗ കാന കാഫിറാ, അന്യമതസ്ഥനാണെങ്കിലും നമ്മുടെ സഹോദരനായ അയൽവാസിയെ പരിഗണിച്ച നബിയാണല്ലേ ഉമ്മ നമ്മുടെ നബി. അപ്പൊ നമുക്ക് ഒന്നുകൂടി അവരെ ഗൗനിക്കണം എന്ന് മദ്രസ വിട്ടിട്ട് കടന്നു വന്ന കുഞ്ഞുമോള് മാതാവിനോട് വേനലവധിക്കാലത്ത് ചർച്ച ചെയ്യുകയാണ്. ഈ പൾസ് ഉണ്ടാക്കിയെടുത്തത് അനുകൂല തരംഗങ്ങളാണ്. വിദ്വേഷത്തിൻ്റെ വിഷവിത്തുകള് ഒരിക്കലും പ്രബുദ്ധതയുള്ള സമസ്തയുടെ മക്കൾക്ക് കൊണ്ടുവരാൻ കഴിയൂല. അത് നമ്മൾ തിരിച്ചറിയണം, അത് നമ്മൾ മനസ്സിലാക്കണം. അത് തന്നെയാണ് ആരാധനാലയം പഠിപ്പിക്കുന്നത്. നമ്മുടെ പള്ളിയുടെ അകത്ത് എന്തൊക്കെ ചർച്ചകൾ കടന്നു വരാറുണ്ട്. നമ്മുടെ പള്ളിയുടെ അകം ഒരു നിഗൂഢമായ സ്ഥലമാണ്. എത്ര പേര് തെറ്റിദ്ധരിച്ചിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുപോലും തിരുത്തപ്പെട്ടില്ലേ? അതുപോലും തിരുത്തപ്പെട്ടിട്ടില്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ഇന്ന സ്വലാത്തി വനുസുഖി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാം ലില്ലാണ്, ലില്ലാഹിയാണ്. അത് നമ്മൾ തീരുമാനിക്കണം. കാരണം നമ്മളെ വിധിയൊന്നും നിശ്ചയിക്കുന്നത് നമ്മൾ ആരുമല്ല. ദർ ഈസ് എ ഗോഡ്, ഒരുത്തനാണ്. താനൂര് തൂവൽ തീരത്ത് എന്തൊക്കെ സ്വപ്നങ്ങളെ മെനഞ്ഞെടുത്തിട്ടാണ് കുഞ്ഞുമക്കളും മാതാക്കളും കുടുംബം ഒന്നിച്ച് ആ ബോട്ടിൽ കയറിയത്. സന്ധ്യ മയങ്ങാൻ നേരത്ത് ഈ പോക്ക് വെള്ളത്തിൻ്റെ താഴെ തട്ടിലേക്ക് ശ്വാസം മുട്ടി മരിക്കാനാണ് എന്ന് കുഞ്ഞുമക്കൾ സ്വപ്നേഭി നനച്ചതല്ലല്ലോ. ആരാണത് ബ്രേക്ക് ഇട്ടത്? ആരാ രസച്ചരട് ഇടയിൽ വന്നിട്ട് കട്ട് ചെയ്ത് കളഞ്ഞത്? വിധിയാണ്, വിധിയാണ്. ആ വിധിയെ തടുക്കാൻ ദുനിയാവിൽ ഒരു ശക്തിയില്ല. നമ്മൾ കാലത്തിൻ്റെ മുന്നിൽ നിസ്സഹായനാണ്. പിന്നെന്താ ചെയ്യാനുള്ളത്? ഉള്ള കാലം പ്രൗഢമായി, ആദരവോടെ, വിനയാന്വിതനായി, ആർക്കും വിഷമുണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ പറയാതെ, ആരെയും ബുദ്ധിമുട്ടാക്കാതെ, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറി, എല്ലാവരോടും നല്ല രീതിയിൽ സഹവസിച്ച് പോവുക. മരിക്കുന്ന നേരത്ത് നാലാൾ നല്ലത് പറയണം. എങ്ങനെയാണ് മരണം എന്നുള്ളത് പോലും ഒരിക്കലും സ്വപ്നത്തിൽ പോലും നിനക്കാനും മനസ്സിലാക്കാനും കഴിയൂല. നമ്മൾ ഹെൽപ്ലെസ്സാണ്. വന്ദനാദാസ് എന്ന് പറയുന്ന കുഞ്ഞുമോൾക്ക് എന്തൊക്കെ സ്വപ്നങ്ങളുണ്ടായിരുന്നു? ഞാൻ പറയട്ടെ, പഠിക്കാൻ ആ കുട്ടി മിടുക്കിയാണ്. അവസാനം കൊല്ലത്തെ അസീസിയ കോളേജിൽ ഇവൾക്ക് മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ പാസ്സായി അഡ്മിഷൻ ലഭിക്കുകയാണ്. ഈ കുട്ടി 5 വർഷം കഷ്ടപ്പെട്ട് പഠിക്കുകയാണ്. ആണും പെണ്ണുമായിട്ടുള്ള ഏക സന്തതിയാണ് വന്ദന. അച്ഛനമ്മമാർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അച്ഛനമ്മമാര് കൂടി പോവുകയാണ് വന്ദനയുടെ കൂടെ കൊല്ലത്തെ അസീസിയ മെഡിക്കൽ കോളേജിന്റെ പരിസരത്തിൽ ഒരു ഫ്ലാറ്റ് വെച്ചിട്ട് മാതാപിതാക്കൾ വന്ദനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്ത്? നമ്മുടെ കുഞ്ഞുമോള് പഠിക്കാൻ പോയതാണ്. ആറ്റുനോറ്റ് പിറന്ന ഏകസന്തതിയെ മനസ്സുകൊണ്ട് വിട്ടുപോകാൻ കഴിയാത്ത ഉമ്മയും അമ്മയും അച്ഛനും ആ വീട് പൂട്ടിയിട്ട്, സാക്ഷാൽ വീട് പൂട്ടിയിട്ട് ഒരു താൽക്കാലിക വീട്ടിൽ വന്ന് താമസിക്കുകയാണ് ഈ കുട്ടിക്ക് വേണ്ടി. അപ്പോൾ അവർ കൊടുത്തൊരു സ്നേഹം, ആ കുഞ്ഞിൽ അവർ കണ്ടൊരു പ്രതീക്ഷ അല്ലേ? ഹൗസ് സർജൻസി കൂടി പൂർത്തിയായി, ജൂനിയർ ഡോക്ടർ ആയി. അത് കഴിഞ്ഞ് ഹൗസ് സർജൻസി കൂടി പൂർത്തിയായാൽ സൂപ്പർ സ്പെഷ്യാലിറ്റി കോഴ്സ് എടുക്കുമ്പോൾ ഞാൻ ഗൈനക്ക് എടുക്കുന്നു. അച്ഛൻ്റെ അടുത്ത് പോയിട്ട് തൻ്റെ ഇംഗിതം പങ്കുവച്ച പൊന്നുമോളാണ് വന്ദന. ആ വന്ദനാദാസ് രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ 3:30 മണിക്ക് കൊണ്ടുവരപ്പെട്ടിരിക്കുന്ന പ്രതിയായ ഡോക്ടർ സന്ദീപ്, അധ്യാപകൻ സന്ദീപ്, അവൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന മുറിവ് വെച്ച് കെട്ടാനുള്ള തത്രപ്പാടിൽ ഓടുമ്പോഴാണ് ഈ അധ്യാപകൻ എന്ന് പരാമർശിക്കപ്പെടുന്ന വ്യക്തി, ഗുരുസ്ഥാനീയനായിട്ട് നിലകൊള്ളേണ്ട വ്യക്തി ആരാ? ഗുരു. ഒരു കുട്ടിയുടെ മർമ്മം തൊടാൻ, ബ്രെയിന് തൊടാൻ ഡോക്ടർക്ക് ശസ്ത്രക്രിയ ചെയ്യുമ്പോഴേ കഴിയുള്ളൂ. ശസ്ത്രക്രിയ ചെയ്യാതെ ഒരു കുട്ടിയുടെ മസ്തിഷ്കം തൊടാൻ ഭൂമിയിൽ സ്വാതന്ത്ര്യമുള്ള ഒരാളുണ്ടെങ്കിൽ അത് ഗുരുവാണ്, അധ്യാപകനാണ്. കാരണം അയാൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഓരോ അക്ഷര പൊട്ടുകളും പോയി തറക്കുന്നത് കുട്ടിയുടെ മസ്തകത്തിലാണ്. ഇത്രയും സ്വാതന്ത്ര്യമുള്ളൊരു മനുഷ്യൻ. ആ അധ്യാപകനാണ് ആകെ എന്താ പറയുക, അബ്നോർമലായിട്ട്
കയ്യിൽ കിട്ടിയ മൂർച്ചയുള്ള കൂർത്ത കത്രിക ഉപയോഗിച്ചിട്ട് 10-13 കുത്ത്, നിഷ്കരുണം, നിർദാക്ഷിണ്യം 23-കാരിയെ കുത്തിയത്. ഇന്ന് കോടതി പറഞ്ഞു അദ്ദേഹത്തിന് മാനസിക നില തെറ്റിയ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം ഇതിൻ്റെ കാരണം എന്തായിരുന്നു? ലഹരിയായിരുന്നു. UP സ്കൂളിലെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകൻ കേരളത്തിൽ, ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു മെഡിക്കൽ ജൂനിയർ ഡോക്ടർ ജോലിക്കിടെ, കൃത്യനിർവഹണങ്ങൾക്കിടെ പ്രതിയുടെ കരങ്ങളാൽ കൊല ചെയ്യപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യ സംഭവമാണ് അത്. 100% സാക്ഷരതയുള്ള ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കേരളത്തിൽ. അപ്പം നമ്മൾ പ്രബുദ്ധരാകണം. 2 കാര്യമാണ് ഞാൻ ഇതിൽ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന്, നമ്മളെ കുട്ടികളുടെ കാര്യത്തിൽ ലഹരി ഉപയോഗം അമിതമായിട്ട് അതിൻ്റെ സീമകളിൽ ലംഘിച്ചിട്ട് ഇവിടെയൊക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിൽ പിടികൂടപ്പെട്ടത് ആദ്യത്തെ ദിവസം വന്ന പത്രദ്വാര പ്രത്യക്ഷപ്പെട്ട വാർത്ത, ഇറാനിൽ നിന്ന് കടത്തി പാകിസ്ഥാനിൽ നിന്ന് പുറപ്പെട്ട ബോട്ടിൽ നിന്ന് കിട്ടിയത് 12,000 കോടി എന്നായിരുന്നു. പിറ്റേ ദിവസം 15,000 കോടിയായി. ഇന്നലെ പത്രം എടുത്ത് നോക്കുമ്പോൾ 25,000 കോടി ഉറുപ്പിയാണ്. 25,000 കോടി ഉറുപ്പിക എന്നൊക്കെ പറഞ്ഞാൽ ഈ അടുത്ത് വരെ MA യൂസുഫ് അലി എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ ശതകോടീശ്വരൻ്റെ സമ്പന്നൻ്റെ ആകെക്കാലയുള്ള ജീവിതകാല ആസ്തിയാണ്. ആ സാധനം മുഴുവൻ കഞ്ചാവാക്കിയിട്ട് ചാക്കിൽ കെട്ടിപ്പോഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? അതാണിപ്പോൾ കേരളത്തിൽ കണ്ടത്. 25,000 കോടി രൂപയുടെ നാർക്കോട്ടിക് പ്രൊഡക്റ്റുകൾ, സെമി സിന്തറ്റിക് മെഡിസിനുകൾ കൊച്ചിയുടെ പിന്നെ എന്താ പറയുക, നാവികസേനയും ബന്ധപ്പെട്ട കരസേനയും കടൽസേനയും എല്ലാവരും കൂടിയിട്ട് പിടിച്ചു. 2 കപ്പലുകളിൽ ഒന്ന് മുക്കി, അതിസമർത്ഥമായി മുക്കി. ആ പ്രതികളൊക്കെ രക്ഷപ്പെട്ടു. അന്തമാനിലാണെന്ന് പറയുന്നവരുണ്ട്, ലക്ഷദ്വീപിലാണെന്ന് പറയുന്നവരുണ്ട്, എവിടെയെന്ന് അറിയില്ല. അപ്പം എത്ര പ്ലാൻഡാണ്. ഇത്രയൊക്കെ കോടികൾ സാധനം നമ്മുടെ കേരളത്തിലേക്ക് വരണമെങ്കിൽ ഈ കേരളത്തിൽ ഇതിനുള്ള വളക്കൂറ് എത്രമാത്രമാണ്, അതും നമ്മൾ തിരിച്ചറിയണം. ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്. 11 മണിയോടുകൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ അടക്കം ഇവിടെ പൂർത്തീകരിക്കണം. അള്ളാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ വളരെ എളുപ്പത്തോടുകൂടെ അള്ളാഹു പൂർത്തീകരിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പല മക്കളും പരീക്ഷകളൊക്കെ എഴുതി വലിയ വലിയ ഉന്നത പരീക്ഷകളുടെ അടക്കം റിസൾട്ടുകളെ പ്രതീക്ഷാപൂർവം കാത്തിരിക്കുന്ന നിമിഷത്തിലാണ്. അള്ളാഹു അവർക്കൊക്കെ വിജയത്തിൻ്റെ കവാടങ്ങളെ അനുകൂലമായി തുറന്നു കൊടുക്കുമാറാകട്ടെ. ഒരു കാര്യം കൂടി സാന്ദർഭികമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഉളുഹിയ്യത്തിൻ്റെ സമയത്തിലേക്ക് നമ്മളിങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലൊക്കെ ഉളുഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് അപ്പുറത്തൊക്കെ ഇഷ്ടംപോലെ നമ്മൾ ഒരു മഹല്ല് ജമാഅത്തിൽ തന്നെ ഒരുപാട് ഉരുവിനെ അറുക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. സംഗതി ഇതൊക്കെ നമ്മൾ ഒന്നും കൂടി ഒന്ന് വിശാലമായി ചിന്തിച്ചാൽ, ഞാൻ 10 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ വളാഞ്ചേരി മഹല്ലിൽ ഇങ്ങനൊരു വിഷയം പറഞ്ഞപ്പോൾ കുറേ ആളുകൾ വാളയാർ ചെക്ക് പോസ്റ്റിൻ്റെ അപ്പുറത്ത് തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലേക്കൊക്കെ ഉളുഹിയ്യത്തിൻ്റെ സംവിധാനങ്ങൾ കൊണ്ടുപോകാനുള്ള ശ്രദ്ധ അവർക്കിടയിൽ ഉണ്ടാക്കി. അപ്പം ഞങ്ങൾ 5-8 വർഷങ്ങളായിട്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വളരെ അതീവ ദാരിദ്ര്യമുള്ള മുസ്ലിം ഗ്രാമങ്ങളിൽ ഉളുഹിയ്യത്ത് അറുത്ത് കൊടുക്കുന്നുണ്ട്. എങ്ങനെ? നേരിട്ട് പോയിട്ട് അവിടെ പോയി അവിടുത്തെ ബന്ധപ്പെട്ട നമ്മുടെ ആളുകളൊക്കെ അവിടെ ഉണ്ട്. നേരത്തെ തന്നെ ഉരുവിനെ എടുത്ത് റെഡിയാക്കി വെച്ച് അതിൻ്റെ സമയമാകുമ്പോൾ നേരിട്ട് അവിടെ പോയി അറുത്ത് അതിൻ്റെ മാംസമൊക്കെ എത്തിക്കേണ്ട അർഹരായ ആളുകളുടെ വീട്ടിലേക്ക് എത്തിക്കുകയാണ്. ഇതിലുള്ള ഗുണങ്ങൾ 2-3 എണ്ണമാണ്. ഒന്ന്, നമ്മുടെ ഏത് ചെറുപ്പക്കാർക്കും ഏത് സാധാരണക്കാരനും വളരെ ലളിതമായ രീതിയിൽ അവരവരുടെ മുകളിൽ കടപ്പെട്ടിരിക്കുന്ന ഉളുഹിയ്യത്ത് കർമ്മത്തെ കൃത്യമായി വീട്ടാൻ സാധിക്കുന്നു. അതൊരു പൂർണ്ണമായ മൃഗത്തെ ബലി കഴിക്കുകയാണെങ്കിൽ 20,000 രൂപ വരുന്നുള്ളൂ. ഇവിടെ ഒരു മൃഗത്തെ ബലി കഴിക്കാൻ എത്രായിരം രൂപ കൊടുക്കണം? ഒരു ഷെയറിനാണെങ്കിൽ 3,000 രൂപ വരുന്നുള്ളൂ. നേരത്തേക്ക് നമ്മൾ ഉരുവിനെടുക്കുകയാണെങ്കിൽ 3,000 രൂപക്ക് ഒരു ഷെയറിന് നമുക്ക് കൂടാൻ സാധിക്കും. ഇപ്പോൾ നമ്മളൊക്കെ ആളുകളുടെ കൂട്ടത്തിൽ ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ വയലും മറ്റു കാര്യങ്ങളൊക്കെ കേട്ട് ചെറുപ്പക്കാർക്കിടയിലാണ് ഇപ്പോൾ കൂടുതൽ ദീനീപരമായ കാര്യങ്ങളിൽ സംശയം ഉണ്ടാകാറുള്ളത്. എന്ന് പറഞ്ഞാൽ അവർ അത്രയും പ്രബുദ്ധരാണ്, നല്ലൊരു ശതമാനം ആൾക്കാർ. അൽഹംദുലില്ലാ, അത് നല്ലൊരു ലക്ഷണം കൂടിയാണ്. അപ്പോൾ അവരൊക്കെ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ
മുടികളയൽ ചടങ്ങ് അക്കീക്ക അറക്കൽ ഈ പ്രാവശ്യം നടത്തിയിട്ടില്ല. കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ക്രൈസിസ് വന്നിരുന്നു. അപ്പം അതിനൊക്കെ ഉസ്താദ്മാർ പറഞ്ഞു കൊടുക്കലാണ്. അങ്ങനെ റിസ്ക് എടുത്ത് അറക്കണം എന്ന നിർബന്ധമുള്ളൊരു കാര്യമൊന്നുമല്ല. സാധിക്കുമെങ്കിൽ അറക്കുക, ഇല്ലെങ്കിലോ ഉളുഹിയത്തിൽ ഷെയർ കൂടുമ്പോൾ ഒരു ഷെയർ അക്കീക്കൻ്റെ പേരിൽ നിയ്യത്താക്കിയിട്ട് കൊടുത്താൽ നമ്മളെ കുഞ്ഞിൻ്റെ പേരിലുള്ള അറവ് അതോടുകൂടെ വീടുകയാണ്. ഇപ്പം നാട്ടിൽ തന്നെ ഒരു ഷെയറിന് 8,000 10,000 ഒക്കെ മേടിക്കുന്നത്. ആ സ്ഥാനത്താണ് 3,000 രൂപക്ക് നമുക്ക് നമ്മുടെ അക്കീക്ക വീടുന്നു, നമ്മളെ ഉലുഹിയത്ത് വീടുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതും കിട്ടേണ്ട ആളുകൾക്ക് അതിൻ്റെ മാംസം കിട്ടുന്നു എന്നുള്ളതാണ്. നമ്മളൊക്കെ നാട്ടിൽ ഉലുഹിയത്ത് പെരുന്നാളുകൾ കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്ക് ഫ്രിഡ്ജൊക്കെ ഹൗസ് ഫുള്ളാണ്. ഇന്നൊന്നും ചെയ്യാൻ വയ്യ. ഞങ്ങളെ മലപ്പുറത്തൊക്കെ എന്ന് പറഞ്ഞാൽ പൊരിച്ച് കരിച്ച് വലിയൊരുനാളിൻ്റെ പിറ്റേന്നുണ്ടാകും. അത് പിന്നെ ഇങ്ങനെ കറുത്ത് വരുന്നിട്ടുണ്ടാകും 3-ാമത്തെ ദിവസം. മലപ്പുറത്തൊരു ഉമ്മ പറഞ്ഞു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഇത് തന്നെയാണ്. അപ്പോൾ കട്ടൻ ചായ കുടിക്കൂല. ഒരു 6 മണിക്കൊക്കെ ആ കട്ടൻ ചായക്ക് നല്ല കറുത്ത ഇറച്ചി കണ്ടം ഹലുവയൊക്കെ കൂട്ടി തിന്നും പോലെ തിന്നാണ്. അപ്പോൾ ചില ആൾക്കാരെ വിശ്വാസം ഇതൊരു നുസുക്കാണല്ലോ, ഒരു ഇബാദത്താണല്ലോ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് തയ്യാറാക്കിയ പോത്തിറച്ചിയാണെങ്കിൽ അതിൽ കൊളസ്ട്രോൾ ഉണ്ടാകില്ല എന്നാണ് കുറേ ആളുകളുടെ വിശ്വാസം. ഉദയത്തിൻ്റെ ഇറച്ചിയാണെങ്കിലും പോത്തിറച്ചിയിൽ കൊളസ്ട്രോൾ ഉണ്ടാകും. എന്നിട്ട് അതിങ്ങനെ കഴിച്ച് നമ്മുടെ ഡൈജഷൻ ഫങ്ഷനൊക്കെ ഡിസോർഡറായി. എത്ര ഡോക്ടേഴ്സ് അങ്ങനെ പറയാറുള്ളത് അറിയോ? അതിലൊക്കെ ഒരു രീതിശാസ്ത്രം നമ്മൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അത് അത്യപകടകരമാണ്. വലിയ പ്രശ്നമാണത്. എന്നിട്ട് ഓരോ ദൈനംദിനം കഴിക്കുകയാണ്, ഓരോ ദിവസവും കഴിക്കുകയാണ്. ഉച്ചക്ക് ഉണ്ടാകും, രാത്രി ഉണ്ടാകും, വൈകുന്നേരം ഉണ്ടാകും. മലപ്പുറത്തൊരു ഉമ്മ പറഞ്ഞു ഇതുകൊണ്ട് കയ്യിൽ കിട്ടിയിട്ട് ആർക്കും കൊടുക്കാൻ മനസ്സില്ല. അവസാനം കരിച്ചിട്ടും പൊരിച്ചിട്ടും തീരായിട്ട് ഉസ്താദെ കുറച്ച് ഉണക്കി അച്ചാറിട്ടു. അപ്പം ഇങ്ങനെയൊക്കെ സംവിധാനം മാത്സര്യം ഭക്ഷണത്തിൻ്റെ പിറകിലുണ്ടാകുമ്പോൾ നമ്മൾ ഒരു വേള ചിന്തിക്കണം. എന്ത് അല്ലേ? നീ ഇതാ തൊബഹത്ത മറക്കത്തൻ. പ്രിയപ്പെട്ട മുആദ് ഇബ്നു ജബൽ എന്ന് പറയുന്ന സഹാബിനെ അടുത്തേക്ക് വിളിച്ചിട്ട് പുണ്യനബി പറയാണ് ഫാക്തിർ മാഅഹ, ഇന്ന് രാത്രി വീട്ടിൽ പോയിട്ട് കറി ഉണ്ടാക്കുമ്പോൾ നല്ല കുറുകിയ കറി ഉണ്ടാക്കൂലേ, അയ്ക്ക് കുറച്ച് വെള്ളം പാരടാ മുആദേ. എന്തിനാണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ നിന്റെ അയൽപ്പക്കക്കാരിൽ ഒരുപാട് ആളുകൾ ഉണക്ക റൊട്ടി പച്ചവെള്ളത്തിൽ മുക്കി തിന്നുന്നവരാണ്, അവർക്ക് കൊടുക്കാൻ. അപ്പം നമുക്കുള്ള എടുത്തു വെച്ചിട്ട് വെള്ളം പാരാനല്ല പറഞ്ഞത്. പിന്നെ പാചകത്തിൽ തന്നെ വെള്ളം പാർന്നിട്ട് അത് നമ്മൾ കുറച്ചെടുത്തിട്ട് ബാക്കി അയൽവാസിക്ക് കൊടുക്കാൻ. വെച്ചു നീട്ടുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ സംസ്കാരം. വെച്ചു നീട്ടുക, അതാണ് തുആമുൽ ഇസ്നൈനി. നല്ല മനസ്സും ബർക്കത്തും ഉണ്ടെങ്കിൽ 2 ആൾക്കുള്ള ഭക്ഷണം കാഫി സലാസ, 3 ആൾക്ക് മതി. 3 ആൾക്ക് മതി അറിഞ്ഞാൽ 3 ആൾക്കും വയറ് നിറയും, അതിൻ്റെ ബർക്കത്തും കിട്ടും, പോഷകവും കിട്ടുന്നതാണ്. അതേ സമയത്ത് നമ്മളിലേക്ക് ചേർത്തിയിട്ട് ചില ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ അതിലൊരു മനസ്സാക്ഷി കുത്തുണ്ടാകുമല്ലോ നമുക്കൊക്കെ. ഉളുഹിയത്തിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെ ഒരു ചിന്ത നമ്മൾ മലയാളികൾക്ക് വന്നാൽ ഇപ്പം അൽഹംദുലില്ലാഹ് അള്ളാൻ്റെ തൗഫീഖോടുകൂടെ നമ്മൾ ഹാദിയൻ്റെ ഹുദവീസ് അസോസിയേഷൻ്റെ ഒക്കെ പദ്ധതികളെ എത്ര ആളുകളാണ് സഹായിച്ചത്. അതുകൊണ്ട് തന്നെ 2000-ന്റെ മുകളിൽ മദ്രസകളെ അവിടെ നിർമ്മിക്കാനും ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് വിജ്ഞാനം കൊടുക്കാനും സാധ്യമായി. എന്തേ? കേരളീയന് മനസ്സ് വന്നു, ഞങ്ങൾക്കുള്ളത് പഠിച്ചോനെ ഇല്ലാത്തൊരു വിഭാഗം ഞങ്ങളെ രാജ്യത്ത് തന്നെ ഉണ്ടല്ലോ, അവരെ സഹായിക്കൽ ഞങ്ങളെ ബാധ്യതല്ലേ. എവിടുന്നേ ആ ബോധം കിട്ടിയത്? നമ്മൾ ഇവിടുന്നാണ്ട് പഠിച്ചപ്പോൾ നമുക്ക് ആ ബോധം കിട്ടിയതാണ്. നമ്മളെ നാട്ടിൽ അത്ര ദീനീ വിജ്ഞാനങ്ങളും പ്രബുദ്ധതയും അവിടെ ഉണ്ടോ? പള്ളി ഉണ്ടാക്കണം, പള്ളി ഉഷാറാക്കണം എന്നുള്ള ബോധമുണ്ടോ? അപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ പള്ളി നമ്മളെ വീട് ഉഷാറാക്കണേക്കാളും നമ്മൾ ഉഷാറാക്കിയില്ലേ? എന്തേ? അള്ളാഹിനോടുള്ള ആത്മാർത്ഥത, പടച്ച റബ്ബിനോടുള്ള ആ ഒരു ബോധം. അതുകൊണ്ടാണ് പള്ളിൻ്റെ കാര്യത്തിൽ ചർച്ചകൾ വന്നില്ലേ. 3-ാം ഘട്ട എക്സ്റ്റൻഷൻ വർക്കാണ് ഈ പള്ളിയുടേതായിട്ട് നടക്കുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ടു, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ ഇതിൻ്റെ കോൺക്രീറ്റ് നടക്കുന്ന സമയത്ത് ജലലഭ്യത വളരെ കുറവായിരുന്നു ഈ പരിസരത്ത്. അന്ന് ഉമ്മമാര്, കുടുംബിനികൾ വെള്ളം മുക്കിയിട്ടാണ് ഇതിന് നനക്കാൻ ആവശ്യമായ ജലസ്രോതസ്സുകളെ ഏർപ്പാട് ചെയ്ത് കൊടുത്തത്. അവിടുന്ന് നമ്മളെ പ്രയാണം 3-ാം ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ വേറൊരു തലമുറയാണ് ഇതിന് സാക്ഷ്യം വഹിക്കുന്നത്. അന്ന് കൊട്ടക്കോരി എടുത്തിട്ട് വെള്ളം ഒഴിച്ച ആൾക്കാരൊക്കെ മൈലാഞ്ചി കൊടിയുടെ ചോട്ടിൽ അതിലും വലിയ വെള്ളം കുടിച്ചിട്ട് സ്വസ്ഥമായിട്ട് കിടക്കുന്നുണ്ട്. അതുകൂടി നമ്മൾ തിരിച്ചറിയണം. ഇനി നാളെ നമ്മൾ പോവും. അപ്പോൾ അടുത്ത തലമുറ വന്നിട്ട് ഇതിൻ്റെ റിനിവേഷൻ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് വരുമ്പോൾ ഈ കസേരകളിൽ ഒരു തലമുറ വന്നിട്ട് കാത്തിരിക്കുമ്പോൾ നമ്മളവർ സ്മരിക്കും, അന്ന് നമ്മൾ 6 അടി മണ്ണിലാണ്.
ഈ കൊടുക്കലും തിരിച്ചു കൊടുക്കലൊക്കെയാണ് ദീനി എന്ന് പറഞ്ഞാൽ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവരുടെ ആമീനിൻ്റെ പാത്രമാവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്ക് കൈ ഉയർത്തുന്നൊരു തലമുറയെ അള്ളാഹു ഇവിടെ സംജാതമാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.